ഇതൊരു മറുപടിയാണ്. മറുപടി എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 ആഴ്ച മുമ്പ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നത്തെ ലീഗിൻ്റെ സ്വാതന്ത്ര്യപൂർവ്വ ലീഗിൻ്റെ അല്ല, ഇന്നത്തെ ലീഗിൻ്റെ സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യ വർഷങ്ങൾ അത്ര പന്തിയുള്ളതല്ല. ആദ്യകാലങ്ങൾ അവർ പൂർവ്വ ലീഗ് എന്തൊക്കെ ചെയ്തു, വിഭജനപൂർവ്വ അവരുടെ മാതൃസംഘടനയായ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്തോ അതൊക്കെ തന്നെ അവർ തുടരാൻ, വിഭജിച്ച് കൊണ്ടുപോയിട്ടും അവരതൊക്കെ തന്നെ തുടരാനുള്ളൊരു പരിശ്രമം നടത്തുന്നതായിട്ട് സഭയിൽ തോന്നുന്നു. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അതിന് പ്രത്യക്ഷമായി അത്തരം ചില ഇടപെടലുകൾ അവർ നടത്തുന്നു. അതിന് പട്ടേൽ പറയുന്ന മറുപടി, ഒപ്പം സഭ മുഴുവനായി പറയുന്ന മറുപടി. എന്നിട്ട് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അതിനെ എതിർക്കുന്നു. അത്തരം പഴയ പണികൾ, വേലകൾ, അത് ഞാൻ ഏകദേശം തെളിവുകൾ ഞാൻ പറഞ്ഞു പോവുകയായിരുന്നു. എനിക്ക് സാങ്കേതികം അന്ന് കാണിക്കാൻ പറ്റിയിരുന്നില്ല. അതുമാത്രമല്ല, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിനനുബന്ധമായി കുറച്ച് വിഷയങ്ങൾ, മാപ്പിളസ്ഥാൻ അങ്ങനെയൊക്കെ പറയുന്ന അത്തരം പശ്ചാത്തലങ്ങളിലുള്ള വിഷയങ്ങളും ഇവിടെയുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളായിരുന്നു. അത് ഉള്ളായിരുന്നു, പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രേഖകൾ കാണിക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായാലും ഇന്നത് കാണിക്കണം. കാരണം അത് കാണിക്കാൻ കാരണം ഞാൻ വർഗീയവാദിയായി, ഞാൻ വെള്ളം പിടിച്ചിട്ട് പറയുന്നവനായി, എൻ്റെ കുലത്തിന് പറഞ്ഞു. ഇതെല്ലാം ഇതിൻ്റെ താഴേക്ക് സംഭവിച്ചു. നിങ്ങൾ ആരെങ്കിലും കണ്ടാലറിയാം. പട്ടേൽ രാജ്യം ഭരിക്കാനുള്ള കൊതി കൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പട്ടേലിനെതിരെ പറയുന്നു. എനിക്കെതിരെ പറയുന്നതിലും അപ്പുറത്ത് പട്ടേലിനെതിരെ പറയുന്നു. മഹാനായ പട്ടേൽ. ആ പട്ടേലാണ് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം പട്ടേൽ ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്ത് ചിലർക്ക് മതരാഷ്ട്രം ഉണ്ടായ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൻ്റെ അകത്ത് കിളവൻ വെള്ളമടിച്ച് വർഗീയത പറയുകയാണെന്ന് പറയുന്നവരുണ്ട്. ഞാൻ വെള്ളമടിച്ച് വർഗീയത പറയുന്നതാണ് എന്ന് പറയുന്നു. പട്ടേലിന് രാജ്യഭരണം കിട്ടാൻ വേണ്ടിയായിരുന്നു ഇന്ത്യയെ വിഭജിച്ചതെന്ന് പറയുന്നവരുണ്ട്. ഒരു മാപ്പിള സാമ്രാജ്യം സങ്കല്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ എന്ത് ഹൈപ്പത്തറ്റിക്കൽ സാധനമാണെങ്കിലും ഒരാളുടെ അച്ഛൻ്റെ വകയല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, ഒരാളുടെ അച്ഛൻ്റെ വകയല്ല ഇന്ത്യ. അങ്ങനെയൊക്കെ പറയുമ്പം സ്വാഭാവികമാണ് ഞാൻ വർഗീയവാദിയാണ്. അപ്പോൾ എനിക്ക് ഷൂനക്കികൾക്ക് എന്ത് സ്വാതന്ത്ര്യത്തെപ്പറ്റി, ഷൂനക്കികൾക്ക് എന്ത് സ്വാതന്ത്ര്യത്തെ പറയാനുണ്ട്. സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെച്ചവരാണ് വേശ്യയുടെ ചരിത്രം പ്രസംഗിച്ചത്. ആരാണ് സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെച്ചതെന്ന് മലയാളിയെ കൃത്യമായി ആരും, ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ കൂടി ചേർന്നാണ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെ ചേർന്ന ചരിത്രം രേഖപ്പെടുത്തിയതുകൊണ്ട് കൃത്യമായ ചരിത്രം കൃത്യമായി നമുക്ക് ധാരണയില്ല. അതുകൊണ്ടാണ് നമ്മൾ ലീഗ് സെക്കുലർ ആണെന്ന് മലയാളത്തിൽ പറയുന്നത്. മലയാളത്തിൽ ഏറ്റവും രൂഢിയായ പ്രയോഗങ്ങളൊന്നാണ് ലീഗ് സെക്കുലർ എന്നുള്ളത്. അത് ലീഗിൻ്റെ സംസ്ഥാപകനായ സീതി ഹാജി തുടങ്ങി വെച്ച പ്രക്രിയമാണ്. സീതി ഹാജി തുടങ്ങി വെച്ചാണ് ലീഗിനെ സെക്കുലർ ആക്കുക എന്നുള്ള കലാപരിപാടി. അത് വലിയ പണിയായിരുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് അത് ആലോചിക്കുമ്പോൾ ചിരി വരും. മലയാളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും, പ്രധാനപ്പെട്ട ഒട്ടുമിക്ക രാഷ്ട്രീയ നിരീക്ഷകർക്കും പത്രപ്രവർത്തകർക്കും ലീഗ് മഹത്ത എന്ന് അവർ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ലീഗ് സെക്കുലർ ആകുകയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതിൻ്റെ തുടക്കത്തെപ്പറ്റി പറയുക. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ റിലീസിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് എപ്സ്റ്റീൻ, കുറേ ദിവസമായി. അതിനിടയ്ക്കാണിത്. അപ്പോൾ ഇന്ന് കാണിച്ചു പോകാം. അതിൻ്റെ രേഖകൾ കാണിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹമുണ്ട്. എത്ര പെട്ടെന്നാകുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വിടാം. എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ വീഡിയോ ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. ആ വീഡിയോയുടെ തുടർച്ചയാണ്. കേരള മുസ്ലിം ലീഗ് ഞങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പട്ടേൽ സ്വാതന്ത്ര്യാനന്തരം പറഞ്ഞാണ് അതിൻ്റെ മൂലം. അതിനുമായിട്ട് അനുബന്ധ വിഷയങ്ങൾ, അതിലേക്ക് വരാം. ആദ്യം തന്നെ പട്ടേൽ സ്വാതന്ത്ര്യം കിട്ടി ആഗസ്റ്റ് 15, അതിൻ്റെ 12-ാം ദിവസം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അംബേദ്കർ ചെയർ ചെയ്യുന്നു. അതിനിടയ്ക്ക് മൈനോറിറ്റി കമ്മിറ്റിയുണ്ട്. മൈനോറിറ്റിയുടെ റൈറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വേറൊരു കമ്മിറ്റിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപകമ്മിറ്റികളാണ് പറഞ്ഞത്. കാരണം അതിൽ ചെയർ ചെയ്തിരിക്കുന്നത് പട്ടേലാണ്. ഇത് അദ്ദേഹത്തെ ഭള്ളു പറയുന്നവരെ ഓർക്കൂ. അത് ചെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വാദിച്ച് ഈ നമ്മുടെ ഇതിനകത്ത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി, മറ്റ് മൈനോറിറ്റീസിന് വേണ്ടി എന്നല്ല, നിങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ ഉദ്ദേശിക്കേണ്ട. വാദിച്ചിട്ട് അദ്ദേഹത്തിന് ആവശ്യത്തിലധികം പരിക്കാക്കാലത്തുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നുമുണ്ട്. അവർക്ക് ആ കാലത്ത് റിസർവേഷൻ ഉണ്ടായിരുന്നു. കുറേ കാലം റിസർവേഷൻ്റെ ശുപാർശ ഉണ്ട്. അല്പകാലം റിസർവേഷൻ നിലനിർത്തുന്ന ചർച്ചയുണ്ട്. എന്തായാലും അത് പിന്നെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ വോട്ട് ചെയ്തിട്ടാണ് അത് അവസാനിക്കുന്നത്. ആ റിസർവേഷനെ പറ്റി ഒരു അങ്ങനെയും കൂടെ ഉണ്ട്. അല്ലാതെ പട്ടേൽ അവസാനിപ്പിച്ചത് വല്ലാതെ രസം. അപ്പം അത് ആഗസ്റ്റ് 27 ഒന്നാം രംഗം.
സ്വാതന്ത്ര്യം കിട്ടി 12-ാം ദിവസം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബാബു രാജേന്ദ്ര പ്രസാദ് ചെയർ ചെയ്യുന്നു. പട്ടേൽ മൈനോറിറ്റി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ബേസിക്കായ സാധനം ഡ്രാഫ്റ്റിൻ്റെ ബേസിക് ശുപാർശകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില അമെൻമെൻറ്റുകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ള സഭയിൽ അവതരിപ്പിച്ച് സഭയുടെ അനുവാദവും ചർച്ചയൊക്കെ വേണമല്ലോ. അതിലേക്കുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുക. അതിൻ്റെ ചർച്ചകൾക്കായി അവതരിപ്പിക്കുന്ന ആർക്കെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടെങ്കിൽ പറയാം, ക്ലോസ് ബൈ ക്ലോസ് ചർച്ച ചെയ്യാൻ അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിലേക്ക് മലയാളിയായ ബി പോക്കർ സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ ലീഗിൻ്റെ മൂലത്തിലുള്ള ആളാണ്. മലബാറിലെ വിഘടനത്തിൻ്റെ ഏറ്റവും അടിത്തറ പാകിയ ആൾക്കാരിൽ ഒരാളാണ് പോക്കർ. ഒപ്പം സീതി സാഹിബ് എന്നവരിപ്പം പറയുന്ന സീതി ഹാജിയും അവരെല്ലാം സെപ്പറേറ്റിസത്തിന് വേണ്ടി വാദിച്ചവരാണ്. പാകിസ്ഥാനിന് വേണ്ടി ഒപ്പം മാപ്പിളസ്ഥാന് വേണ്ടിയും. അതായത് ഇത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പുള്ള മാസങ്ങൾ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇവർ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതേ ആൾക്കാർ തന്നെ, അന്ന് ഡ്യുവൽ മെമ്പർഷിപ്പ് ആയിരുന്നു, ഇതേ ആൾക്കാർ തന്നെ അവർ മാപ്പിളസ്ഥാന് വേണ്ടിയും ബാധിച്ചിട്ടുണ്ട്. അത് വിസ്തൃതമായൊരു എപ്പിസോഡാണ്. അതിൻ്റെ ശരിക്കും എനിക്ക് തമിഴ്നാട് ആർക്കൈവിൽ നിന്ന് അതിൻ്റെ ഇനിയും രേഖകൾ കിട്ടാനുണ്ട്. ഞാൻ ഒരു ഒത്തിരി കാലത്തെ എൻ്റെ അന്വേഷണമുണ്ട്. എനിക്ക് അതിൻ്റെ നേർക്കുനേരെ രേഖകളല്ല, അത് റെഫറൻസുകൾ ധാരാളമുണ്ട്. പക്ഷേ ആ രേഖ ആ മാസത്തെ 2 മാസത്തെ മാപ്പിളസ്ഥാൻ വരുന്ന ഭാഗത്തിന് ഒഴിച്ച് ബാക്കി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നമുക്ക് കിട്ടും. അത് മാത്രം കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഔദ്യോഗികമായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അവിടേക്ക് ആഗസ്റ്റ് 27 വരാം. ആഗസ്റ്റ് 27 ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആഗസ്റ്റ് 27 പോക്കർ ഞാൻ ഇവിടെ ഇതിൻ്റെ അടിത്തട്ടിൽ ഇതിനെല്ലാം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തിട്ടില്ല, ഞാനിതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 5:41 പോക്കർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വേണ്ടി ഇരട്ട അതായത് വീണ്ടും വിഭജനത്തിന് ശിലയിട്ട 30-40 വർഷമായിട്ട് അവരത് 30-40 സ്വാതന്ത്ര്യത്തിന് മുമ്പ് 30-40 വർഷമായിട്ട് തന്നെ അവർ തുടർന്ന് വന്ന് വിഭജനത്തിൻ്റെ തുടക്കം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അവർ സ്ഥാപിച്ചെടുത്തതിലൂടെയാണ്. അതായത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി, അവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉള്ള സ്ഥലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായ കാര്യം പറയാം. മുസ്ലിം സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു സെപ്പറേറ്റ്. അതാണ് ഈ സെപ്പറേഷൻ്റെ തുടക്കം, ഈ ഇരട്ട നേഷൻ്റെ പ്രായോഗികമായുള്ള തുടക്കം. അപ്പോൾ അത് അദ്ദേഹം വീണ്ടും 5:43:70 പോകാം. ഇത് കണ്ടല്ലോ. അതായത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5:43 1947 ആഗസ്റ്റ് 27 അതിലേക്ക് പോകാം. അതിൽ പോക്കർ മലയാളിയെ മഞ്ചേരിയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്നോ കണ്ണൂരിൽ നിന്ന് ചോദിച്ചാൽ പോക്കറാണ്. എഴുന്നേറ്റ് 3/4 മണിക്കൂറൊക്കെ അധികം ബാധിക്കുന്നുണ്ട്. ബി പോക്കർ എന്ന് പറയുന്ന ആൾ, ബി പോക്കർ സാഹിബ് എന്ന് ഇവർ പറയും. 5:43:70 ഞാൻ പോവുകയാണ്. ഇതാണിത്. പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട് ബാധിക്കുകയാണ്. അത് സ്വാതന്ത്ര്യം കിട്ടി 12 ദിവസം ആയിട്ടേ ഉള്ളൂ. ആലോചിച്ച് നോക്കുക, 70. അതിലെന്തെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടെന്ന് ബാബു രാജേന്ദ്ര പ്രസാദ് ചോദിക്കുന്നതാണ് പശ്ചാത്തലം. ബാബു രാജേന്ദ്ര പ്രസാദ് ചോദിക്കുന്നു. ഞാൻ എളുപ്പം പറഞ്ഞു പോകണം, എന്തെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. അതായത് പട്ടേൽ പറയുന്നത് എന്താ പറയുക, പട്ടേൽ പറഞ്ഞു ഇത് നമ്മൾ അമെൻമെൻറ്റ് വെക്കുകയാണ്. അദ്ദേഹം വെക്കുന്നതാണ് ഫസ്റ്റ് ഐറ്റമാണ് ഇലക്ട്രേറ്റിനെ സംബന്ധിച്ച്. അദ്ദേഹം പറയുന്നതാണ് ക്ലോസ്. ഓൾ ഇലക്ഷൻസ് ടു ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് വിൽ ബി ഹെൽഡ് ഓൺ ദ ബേസ് ഓഫ് ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആയിരിക്കും ഇത് ഇനി മുതൽ. ഈ മൈനോറിറ്റി റിപ്പോർട്ട്സിൽ ഇതെന്താ വരുന്നത് വെച്ചാൽ, ഇതും കഴിഞ്ഞ് കുറേ കാലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണ്. അതിനെ അവസാനിപ്പിക്കുക കൂടെയാണ്. അത് മൈനോറിറ്റികൾക്ക് വേണ്ടിയാണ്. ഇവരെ പ്രതിയാണത് ഉണ്ടായത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇവരുടെ ചർച്ച, ഇവരുടെ ഈ സഭയുടെ അത്തരത്തിലുള്ള അനുവാദവും ഒക്കെ വേണം താനും. അതൊരു മോഷനാണ്. അപ്പം അദ്ദേഹം ഇതിന് എന്തെങ്കിലും അമെൻമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അല്ല ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആണെന്ന് പട്ടേൽ ക്ലോസ് വെക്കുന്നു, മോഷൻ വെക്കുന്നു. അതിൻ്റെ അകത്ത് അമെൻഡ് ചെയ്യുകയാണ്. അതിൽ പോക്കർ എഴുന്നേറ്റിട്ട് പറയുകയാണ്. പോക്കർ ഇത് വായിച്ചിട്ട് ഇത് പെട്ടെന്ന് പറയാം. പോക്കർ I shall move my first amendment which is on my agenda. My amendment, അതായത് അമെൻമെൻറ്റ് ഇങ്ങനെയാണ്. ദാറ്റ് കൺസിഡറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ദ അഡ്വൈസറി കമ്മിറ്റി ഓൺ ദ മൈനോറിറ്റീസ്. ഈ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടാണ് ചർച്ച ചെയ്യുന്നത്. മൈനോറിറ്റീസ്, അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓൺ മൈനോറിറ്റി റൈറ്റ്സ്. ദിസ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റിസോൾവ് ദാറ്റ് ഓൾ ഇലക്ട്രേറ്റ്സ് ടു ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് ഷുഡ് ആസ് ഫാർ ആസ് മുസ്ലിംസ് ആർ കൺസേൺ. അത് മുസ്ലിംസിൻ്റെ കാര്യം മാത്രം ശ്രദ്ധയുള്ളൊരു ഗ്രൂപ്പാണ്. അത് പട്ടേൽ അതിന് പള്ളു പറയുന്നുണ്ട്. ബി ഹെൽഡ് ഓൺ ദ ബേസിസ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. വീണ്ടും നമ്മൾ ഞെട്ടിച്ചുകൊണ്ട്, സഭയെ ഞെട്ടിച്ചുകൊണ്ട്, ഒരു ലജ്ജയുമില്ലാതെ വീണ്ടും സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വേണ്ടി മലയാളിയെ പോക്കർ പറയണം. ഈ പോക്കറിനെ പറ്റി വേണമെങ്കിൽ ഈ ലീഗുകാർക്ക് വേണമെങ്കിൽ പറയാം, അദ്ദേഹം വിഭജനാനന്തരം ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, അദ്ദേഹം മദ്രാസ് മുസ്ലിം ലീഗിൻ്റെ കൂടെയായിരുന്നു, ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് രൂപപ്പെടുമ്പോൾ അദ്ദേഹം സഹകരിച്ചില്ല എന്നൊക്കെ ഒരു വാദമുണ്ട്. മുഹമ്മദ് ഇസ്മായിൽ സ്ഥാപകനായ 48 മാർച്ചിൽ സ്ഥാപിച്ച
ഇതിൻ്റെ കൂടെ അദ്ദേഹം സഹകരിച്ചില്ല എന്നൊക്കെ പറയാം. പക്ഷേ അവരുടെ ആചാര്യ സ്ഥാനങ്ങളിൽ മലബാറിൽ ഈ വിഭജനത്തിൻ്റെ വിത്തിടുന്നതിൽ മുഖ്യ പങ്കുവച്ച 2-3 പേരിൽ, അതായത് ഒന്ന് അബ്ദുൾ സത്താർ സേട്ട്, സീതി സാഹിബ് എന്ന് പറയുന്ന സീതി ഹാജി, ഇദ്ദേഹം, പിന്നെ ഈ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളും പിന്നീട് അദ്ദേഹം മലബാറിലെ മുസ്ലിങ്ങളോട് വലിയ ബന്ധമുള്ള, അദ്ദേഹം തമിഴനായിരുന്നെങ്കിലും അദ്ദേഹം പിൽക്കാലത്ത് അവിടെ നിന്ന് ജയിച്ചിട്ടുമുണ്ട്. പല പ്രാവശ്യം അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ പുള്ളി പറയുകയാണ്, ഈ മോഷൻ വെക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഇൻ മേക്കിംഗ് ദിസ് മോഷൻ സർ, ഐ ആം ഫുള്ളി അവെയർ ദാറ്റ് ദർ ഈസ് എ വെരി സ്ട്രോങ് സെക്ഷൻ ഹൂ ഫീൽ ഡിഫറെൻ്റ്ലി ഫ്രം മീ ആൻഡ് who not only feel that separate electorates are not desirable, but who also feel that it is the separate electorates that have been responsible for so many ills which have attacked this country and which are responsible for so much of misunderstanding that has caused so much of harm in the country. വിഭജനത്തിനെല്ലാം തുടക്കം ഇതായിരുന്നു എന്നുള്ളത് അറിയാവുന്നവർ ഇതിനെ സ്വാഭാവികമായിട്ടും സഭയിൽ ഇതിനെ എതിരിടും. അതാ പുള്ളി പറയുന്നതിൻ്റെ ചുരുക്കം. എല്ലാവർക്കും അറിയാം, ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വീണ്ടും അതിൻ്റെ തുടർച്ച അദ്ദേഹം പറഞ്ഞു, അത് പറയാതെ നിങ്ങൾക്ക് കോൺടെക്സ്റ്റ് മനസ്സിലാവില്ല. ഇത് അത് ഭാഗം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പുള്ളി ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മൈനോറിറ്റി കമ്മിറ്റിയിൽ, അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയിലും പറയുന്നത്, ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ് ടു ഹാവ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഓർ ടു റെക്കഗ്നൈസ് എ പ്രിൻസിപ്പിൾ ഹാവിങ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി പറയുന്നുണ്ട്, അത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം വെക്കുന്ന സാധനം മൈനോറിറ്റി നിലവിലുള്ള ഈ സാധനത്തിൻ്റെ ഈ റിപ്പോർട്ടിനനുസരിച്ച് അത് ഭയങ്കര അപകടകരമാണെന്നുള്ള തിരിച്ചറിവ് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ് ഈ കമ്മിറ്റിക്കും. നമ്മൾ പ്രത്യക്ഷ ബോധ്യമുള്ളതാണ്. പുള്ളി തന്നെ വെക്കുന്നതിനെ പുള്ളിനെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുള്ളിക്ക് ഇത് അപകടമാണെന്നുള്ള പുള്ളിക്ക് സ്വയം ബോധ്യത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഉദ്ധരിക്കുകയായിരുന്നു. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഐ വുഡ് റിക്വസ്റ്റ് ദ ഹോണറബിൾ മെമ്പേഴ്സ് ടു അത് നിങ്ങൾക്ക് ഓർമ്മ, അതിൽ ലക്നോ പാക്റ്റിലാണ് ഇതിൻ്റെ ധാരണയാകുന്നത്. ഈ സെപ്പറേറ്റ് ഇലക്ടേഴ്സ് വെർ റെക്കഗ്നൈസ്ഡ് ആൻഡ് ദ സ്പിരിറ്റ് ഇൻ വിച്ച് ബോത്ത് കമ്മ്യൂണിറ്റീസ് മൂവ്ഡ്. അദ്ദേഹം എൻ്റെ ചതി പറയുകയാണ്. ലക്നോ പാക്റ്റ് നമ്മൾ ആ കാലത്ത് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിച്ചല്ലേ. 20കളിൽ നമ്മൾ ഒരുമിച്ച് സിവിൽ നിസ്സഹകരണം, ഖിലാഫത്ത് നിസ്സഹകരണം ഖിലാഫത്ത് പുള്ളി മനഃപൂർവ്വം പറയുന്നത്, അത് അന്നത്തെ സഭയിൽ പറയാൻ പറ്റില്ല ആ വാക്ക്. അദ്ദേഹം നിസ്സഹകരണം നമ്മൾ ഒരുമിച്ച് നടത്തിയതാണ്. നിസ്സഹകരണ കോർപ്പറേഷൻ അല്ല നോൺ കോർപ്പറേഷൻ സമരം നമ്മൾ നടത്തിയല്ലേ. അന്ന് എന്തൊരു സൗഭ്രാത്രോ ആയിരുന്നു എന്ന് പുള്ളി ഓർമ്മിക്കുക. അതൊരു ചതിയാണ്, സഭയെ സ്വാധീനിക്കാനുള്ളൊരു ചതിപ്രയോഗമാണ്. പഴയത് ഓർപ്പിച്ചിട്ട് നല്ലത് ഓർമ്മിക്കുക. ആ 20കൾക്ക് ശേഷം 30കൾ തൊട്ട് പാകിസ്ഥാന് വേണ്ടി ശക്തമായി വാദിച്ച് മുറിച്ചെടുത്തുകൊണ്ട് പോയാൽ ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് അതേ പ്രിൻസിപ്പിൾ തന്നെ നമുക്കിപ്പോഴും വർക്ക് ചെയ്യാം. 20കൾ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് നമുക്ക് സുഖമായിട്ട് പോകാം. അത് പുള്ളി പറയുന്നുണ്ട്. അത് പുള്ളി വീണ്ടും പറയാം, ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്, അദ്ദേഹം വീണ്ടും പറയുകയാണ്, ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വാസ് ബീങ് എൻജോയ്ഡ് ബൈ ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഫ്രം ദ ഫസ്റ്റ് ഡിക്കേഡ് ഓഫ് ദ കൺട്രി. അതായത് 40 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിച്ച് വരികയാണ് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. എന്ന് വെച്ചാൽ വിഭജനത്തിൽ ഞാൻ പറഞ്ഞു 906 തൊട്ട് ഇതുണ്ട്. 906 മിൻറ്റോ മുരളി ഭരണപരിഷ്കാര കാലം തൊട്ട് തുടങ്ങി 930കളാകുമ്പോൾ റൗണ്ട് ടേബിളിൽ ശരിക്കും കമ്മ്യൂണൽ അവാർഡായിട്ട് തന്നെ മറന്നു. അതുകൊണ്ട് അത് അബോളിഷ് ചെയ്തു. ഫ്രോം ദ now the moment of independence arrived, it has been obtained. അതായത് അത് നമ്മൾ നീക്കം, ഇറ്റ് ഈസ് ബീങ് അബോളിഷ്ഡ്. അദ്ദേഹം പറയും ഇറ്റ് ഈസ് ബീങ് അബോളിഷ്ഡ്. ഇറ്റ് വുഡ് ബി വെരി സാഡ് തിങ്. അദ്ദേഹത്തിന് വലിയ വിഷമാണ്, അദ്ദേഹത്തിന് വിഘടിപ്പിക്കണമല്ലോ, വീണ്ടും വിഭജിക്കണമല്ലോ. അതുകൊണ്ട് അത് ഞങ്ങൾ മുസ്ലിങ്ങൾ ഡിപ്രൈവ്ഡാണ്, ഞങ്ങളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് തരുന്നില്ല എന്നൊരു വാദം അദ്ദേഹം വെക്കുന്നു. ഇരവാദത്തിൻ്റെ ഒരു തരം ഇരവാദം തന്നെ, കൃത്യമായ ഇരവാദം തന്നെ. അവരെപ്പോഴും അത്തരം കാര്യങ്ങൾ വെക്കാൻ പിടിക്കലാണ്. ഇത് അനന്ത ശൈന അയ്യങ്കാർ, GB പന്ത് തൊട്ട് സഭയിൽ മുഴുവൻ ആൾക്കാർ ഇരുന്നിട്ട് എതിർക്കുകയാണ്. ശക്തമായ എതിർപ്പ്, വലിയ എതിർപ്പ്. ഐ ആം എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റഡ് അറ്റ് ദ സ്പീച്ച് ഓഫ് ദ പ്രീവിയസ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ അനന്ത ശൈന അയ്യങ്കാർ തൊട്ട് എതിർക്കുകയാണ്. നിങ്ങളിത് സ്ഥാപിച്ച് മുറിച്ചുകൊണ്ട് പോയാൽ. അത് കഴിഞ്ഞ് പോക്കർ അതിനെ വീണ്ടും ന്യായീകരിക്കും. അങ്ങനെ 3/4 മണിക്കൂറോളം പോക്കർ സംസാരിച്ചു. അന്ന് നമുക്ക് പ്രസക്തമല്ല. 3/4 മണിക്കൂർ അധികം ടി പ്രകാശ് എതിർക്കുന്നു, അതിശക്തമായി എതിർക്കും. അതിന് ചൗധരി കാലിക് ഉസ്മാൻ എന്ന് പറയുന്ന ആൾ സെക്കൻഡ് ചെയ്യുകയാണ്. ഈ ചങ്ങാതി നിങ്ങൾ ഓർക്കണം. ഞാൻ ഇദ്ദേഹം ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി മഹാനായ നെഹ്റുവിൻ്റെ 1ാം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥത്തിലെ പ്രസംഗത്തെ, ആ പ്രതിജ്ഞയെ, മോഷനെ പിന്താങ്ങാൻ നെഹ്റു വിളിക്കുന്നത് ചൗധരി കാലിക് ഉസ്മാനെയാണ്. അദ്ദേഹം ഇന്ത്യ വിഭജിക്കാൻ കാരണക്കാരായ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ജിന്നയും ലിയാഖത്ത് അലിയും കഴിഞ്ഞാൽ 3ാമത്തെ ഇയാളായിരുന്നു ചൗധരി കാലിക് ഉസ്മാൻ. അതുമാത്രമല്ല ലാഹോർ പ്രമേയമുണ്ട് 940, അതായത് പാകിസ്ഥാൻ പ്രമേയം എന്ന് വിളിക്കപ്പെടുന്നത്. അതിനെ സെക്കൻഡ് ചെയ്ത പുള്ളിയാണ്.
അതിനെയും സെക്കൻഡ് ചെയ്ത പുള്ളിയാണ്. ഇവിടെയും നെഹ്റു വിളിച്ച് സെക്കൻഡ് ചെയ്തു. പക്ഷേ ഈ ചങ്ങാതി ഇതിൻ്റെ 100-ാം പക്കം ഇവിടെ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ ലീഗിൻ്റെ പ്രസിഡൻറ്റുമായി. ആ ചങ്ങാതിയാണ് ഇതിനെ സഭയിൽ സെക്കൻഡ് ചെയ്തത്. ഇതിന് 100-ാം പക്കം പുള്ളി പാകിസ്ഥാനിലേക്ക് പോയി. ഈ ചൗധരി ഖാലിഖ് ഉസ്മാൻ ഇതിനെ സെക്കൻഡ് ചെയ്യുന്നു. ഈ ജോയിൻറ്റ് ഇലക്ട്രേറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പുള്ളി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് എന്ന് പറയുന്ന ഈ 3 ദശാബ്ദം ഞങ്ങൾ കിട്ടിയത് ഞങ്ങൾക്ക് വീണ്ടും വേണം. അത് പുള്ളി പറഞ്ഞ് ഈ പോക്കറെ സെക്കൻഡ് ചെയ്യുന്നു. ദീർഘമായ സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജി.വി. പന്ത് എതിർക്കുന്നു. ഇത് കേൾക്കണം, ഞാനിത് എത്ര പേര് കാണുന്നുള്ള എനിക്ക് പ്രസക്തമല്ല, ഞാൻ രേഖപ്പെടുത്തിയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയാണ്, ഔദ്യോഗിക ഔപചാരികം. അവർ പട്ടേൽ എഴുന്നിട്ട് ഈ പട്ടേലിനെ വിളിക്കുകയാണ് ബാബു രാജേന്ദ്ര പ്രസാദ്. പട്ടേൽ മറുപടി പറയാണ്. ഞാനത് കാര്യമായി തന്നെ പറയുകയാണ്. ഐ ആം സോറി ടു ലേൺ ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ടേക്കൺ സീരിയസ്ലി. ഈശ്വര, ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടല്ലോ എന്ന് അദ്ദേഹം ഓർക്കാണ്. മൈ ഫ്രണ്ട്സ് ഓഫ് ദ മുസ്ലിം ലീഗ് had been pressing for separate electorates and enjoying it for a long time and felt that they should not leave it all of a sudden. അവരൊരിക്കലും ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഞാൻ കരുതുന്നില്ല. ഇവർ ദീർഘകാലം ഇതിൻ്റെ സുഖം അനുഭവിച്ചവരാണ്. ബട്ട് വെൻ ഐ ഹേർഡ് ദറ്റ് ദ ഇലാബറേറ്റ് സ്പീച്ചസ് I thought that I was living in the ages in which the communal question was first mooted. ആദ്യം വന്ന കാലം ഞാൻ ഓർക്കുകയാണ്, ഞാൻ അത് ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, the introduction of the system, ഒന്നൊരു വലുതാക്കിയിട്ട് കാണിക്കാം, കാണില്ല. The introduction of the system of communal electorates is a poison which has entered into the body politic of our country. നമ്മുടെ രാഷ്ട്രീയ ശരീരത്തിൻ്റെ അകത്തേക്ക് വമിപ്പിച്ച കുത്തിവെക്കപ്പെട്ട മൂലവിഷം, മുഖ്യവിഷം ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹം പറയുകയാണ്. കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഒന്നും ഇതിനെ പറയും. മെനി ഇംഗ്ലീഷ്മെൻ ഹൂ വെർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഓൾസോ അഡ്മിറ്റഡ് ദാറ്റ്. അതായത് ഇംഗ്ലീഷുകാർ ഇത് തുടങ്ങി വെച്ച ഇതിന് കാരണക്കാരായ ഇംഗ്ലീഷുകാർ സമ്മതിച്ചിട്ടുമുണ്ട്. But today, after agreeing to the separation of the country as a result of this communal electorate, അതായത് പോക്കർ വെച്ച ഇതേ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് കാരണം വിഭജിച്ചുകൊണ്ട് പോയിട്ടും, I never thought that the proposition was going to be moved seriously. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ക്രൂരത ഇവർ കാണിച്ച് മുറിച്ചുകൊണ്ട് പോയി ഇതേ ഇലക്ട്രേറ്റ് വെച്ച് 40 വർഷം കൊണ്ട് ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ വലിപ്പപ്പെടുത്തി സെപ്പറേറ്റ് നേഷനാക്കി മുറിച്ചുകൊണ്ട് പോയി ഇത്രയും കൊലകളും കൊല്ലുവെപ്പുകളും നടന്നിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവർ ഇത് തിരിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് വാസ് മൂവ്ഡ് സീരിയസ്ലി ദാറ്റ് നമ്മളിത് സീരിയസ് ആയി എടുക്കുന്നതും വിചാരിച്ചു. അദ്ദേഹം പറയാം, well then Pakistan was considered, at least it was assumed that there would be one nation, at the rest of India the 80% will be അത് ഒരു രാഷ്ട്രമായിട്ട് നിൽക്കും. The rest of India, the 80% India, there would be no attempt to talk two nations here also. അദ്ദേഹം വിചാരിച്ചത് മുറിച്ചുകൊണ്ട് പോലെ ഇനി ഒരിക്കലും ആരും ഇതിനുവേണ്ടി ബാധിക്കില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതൊരു അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ മനസ്താപത്തോടെ ഞാൻ പട്ടേൽ പറയും. ഇതിൻ്റെ മൂഡ് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. ആ മനുഷ്യനില്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ ഈ അർത്ഥത്തിൽ രാഷ്ട്ര സംയോജകനാണ് പട്ടേൽ, മഹാനായ രാഷ്ട്ര സംയോജകൻ. അതാണ് മഹാനായ മോദിജി യൂണിറ്റി പ്രതിമ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. അതിൻ്റെ ശില്പി ഈ മിനിഞ്ഞാന്ന് മരിച്ചു പോയിട്ടുണ്ട്, സുതാർജി. ഇറ്റ് ഈസ് നോ യൂസ് സെയിങ് ദാറ്റ് വി ആസ്ക് ഫോർ സെപ്പറേറ്റ് ഇലക്ടേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. ഞങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ് അത് ഞങ്ങൾക്ക് വേണം. വി ഹാവ് ഹേർഡ് ഇറ്റ് ലോങ് ഇനഫ്. ഞങ്ങൾ ദീർഘകാലം ഇത് കേട്ടാണ്. വി ഹാവ് ഹേർഡ് ഇറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് അജിറ്റേഷൻ വി ആർ നൗ എ സെപ്പറേറ്റ് നേഷൻ. ഈ അജിറ്റേഷനിൽ കാരണം ഈ ഒരു സമരം, ഈ ഒരു ആക്രോശമായിട്ട് വികസിച്ചാണ് നിങ്ങളിതിനെ മുറിച്ചുകൊണ്ട് പോയത്. നമ്മളിത് മറ്റൊരു രാഷ്ട്രമായിരിക്കുന്നു. ആ അജിറ്റേഷൻ ഇങ്ങനെയായിരുന്നു: വി ആർ എ സെപ്പറേറ്റ് നേഷൻ, വി കനോട്ട് ഹാവ് എയ്തർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഓർ വെയിറ്റേജ് ഓർ എനി അതർ കൺസെഷൻസ് ഓർ കൺസിഡറേഷൻ സഫിഷ്യൻറ്റ് ഫോർ അവർ പ്രൊട്ടക്ഷൻ. ആദ്യം ഇത് പറഞ്ഞു, അത് കഴിഞ്ഞപ്പം പറഞ്ഞു ഈ വെയിറ്റേജും ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റും ഒന്നും പോരാ. ആദ്യം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, പിന്നെ അതൊന്നും പോരാ, ഞങ്ങൾക്ക് ദെയർഫോർ ബി ഗീവ് എസ് എ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. ഇതൊന്നും പോരാ, ഈ തന്ന റിസർവേഷൻസ് ഒന്നും പോരാ, ഇലക്ട്രേറ്റും പോരാ. അതിൽ തുടങ്ങിയിട്ട് വിഭജനം വരെ നിങ്ങൾ എത്തിച്ചു. അദ്ദേഹം പറയുകയാണ്, ഓൾ റൈറ്റ്, ടേക്ക് യുവർ സെപ്പറേറ്റ് സ്റ്റേറ്റ്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ബട്ട് ഇൻ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡു യു അഗ്രി ദാറ്റ് ദെയർ ഷാൽ ബി വൺ നേഷൻ. ഈ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 80% ഈ മുറിച്ച് കിട്ടേണ്ട ബാക്കിയുള്ള ഭാരതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്ക് ഒറ്റ നേഷൻ, നമ്മൾ ഒന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അല്ല ഒന്നായി ഇരിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓർ ഡു യു സ്റ്റിൽ വാണ്ട് ദ ടു നേഷൻസ് ടോക്ക് ടു ബി ബ്രോട്ട് ഹിയർ ഓൾസോ. അദ്ദേഹം ചോദിക്കുകയാണ്. എന്നെ വർഗീയവാദി എന്ന് വിളിച്ചവർ ഇതിന് ഉത്തരം പറയണം. മലയാളിയെ പോക്കറോടെ ചോദിക്കുന്നത്. മലയാളിയ ബി പോക്കർ സാഹിബ് 947 സ്വാതന്ത്ര്യത്തിന് 12 ദിവസത്തിന് ശേഷമാണ് പട്ടേൽ ഇത് ചോദിക്കുന്നത്, ആഗസ്റ്റ് 27. ഓർ ഡു യു സ്റ്റിൽ want the two nations talk to be brought here also. I am against separate electorates. അസർട്ടീവാണ്, ഒരു ദാക്ഷിണ്യമില്ല പട്ടേൽ.
അതുകൊണ്ടാണ് പുള്ളി ലോകമനുഷ്യനായത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും അത് എതിരാളിയത്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രായേണ അത് വലിയ എതിരായിരുന്നു. അദ്ദേഹം പറയാണ്, But in this unfortunate country, it is if the separate electorate is going to be even after the division of the country, അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. ഇവിടെ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല എന്താ അദ്ദേഹം പറയുകയാണ്. ഞാൻ പറഞ്ഞ ആഭ്യന്തരമന്ത്രിയാണ്, ഉപപ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ ലോയൽറ്റി? മൈ ആസ്ക് യു, ഈസ് ദിസ് ദ ലോയൽറ്റി? അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് അവരോട് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം അവരോട് നിങ്ങളത് വിഡ്രോ ചെയ്യൂ, അപ്പീൽ ടു വിഡ്രോ ദ അമെൻമെൻറ്റ്. അത് വിഡ്രോ ചെയ്യാൻ സഭ മുഴുവൻ ആക്രോശിക്കുകയാണ്. സഭ മുഴുവൻ, ശ്രദ്ധിക്കൂ, പോക്കറോട് സഭ മുഴുവൻ വളരെയധികം മെമ്പേഴ്സ് വിഡ്രോ ചെയ്യാൻ പറയുന്നു. ആ മോഷൻ നെഗറ്റീവ്ഡായി. പോക്കറുടെ ആശ്രമം പാളി. മനസ്സിലായല്ലോ, ആശ്രമം പാളി. ഇതിൽ 27 പിന്നെ അധികമൊന്നും കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അവസാനം എന്തെങ്കിലും 27 അങ്ങനെ തീരുന്നു. ഇനി 28 ഇവിടെ നോക്കിയാലാണ് ഞാനത് ആഗസ്റ്റ് 28 5:44 മുഹമ്മദ് ഇബ്രാഹിം ഇത് ആഗസ്റ്റ് 28. അതിൻ്റെ അകത്ത് അന്ന് അടുത്ത കുതന്ത്രി പോക്കർ സഭയിൽ അന്ന് പോക്കർ വെക്കേണ്ട ഒരു സാധനമുണ്ട്. ഈ പോക്കർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വാദിച്ചു, കിട്ടിയില്ല, മോഷൻ നെഗറ്റീവ്ഡായി. സഭ മുഴുവൻ ആക്രോശിച്ചു. പട്ടേൽ മാത്രമല്ല, ബാക്കി ഇനിയും പറയാൻ ബാക്കിയൊന്നുമില്ല. നിങ്ങൾ വീണ്ടും ഇന്ത്യയെ വിഭജിക്കാനുള്ള ശ്രമമാണ്, കുതന്ത്രമാണ് എന്ന് പറഞ്ഞ് സഭ ആക്രോശിച്ചു. അത് മോഷൻ നെഗറ്റീവ്ഡായി, അത് അവസാനിച്ചു. പിറ്റേ ദിവസം പോക്കർ എന്ത് ചെയ്തു? പോക്കർ പുതിയൊരു പദ്ധതിയുമായിട്ട് വന്നു. അത് പോക്കറായിരുന്നു ചെയ്യേണ്ടത്, പക്ഷേ പോക്കർ അന്ന് സഭയിലില്ല. രാവിലെ വന്നിട്ട് ഈ സമയമായപ്പോൾ പോക്കർ അങ്ങ് വലിഞ്ഞു. അതെന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പോക്കർ വെക്കേണ്ടതാണ്, പോക്കർ വെക്കേണ്ട ഒരു സാധനം എന്ത് ചെയ്തു? ഇത് കണ്ടല്ലോ, പോക്കറെന്ന് ആ സമയമായപ്പോൾ പോക്കർ രാവിലെ ഉണ്ടായിരുന്നു, എനിക്ക് സംശയമുണ്ട്. ഈ അമെൻമെൻറ്റിൽ KTM മുഹമ്മദ് ഇബ്രാഹിം, അതായത് ഇദ്ദേഹം തിരുനെൽവേലിക്കാരനാണ്, ഇന്നത്തെ ലീഗിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് ഇസ്മായിലിൻ്റെ സഹോദരനാണ്. അദ്ദേഹം സഭയിലുണ്ട് തൊട്ടടുത്ത ദിവസം 28. അപ്പം അത് രണ്ടാമത്തെ സാധനം അന്ന് പട്ടേൽ വെക്കുകയാണ്. അതിൻ്റെ അകത്ത് അതൊരു നോ കണ്ടീഷൻ ഫോർ എ മിനിമം നമ്പർ ഓഫ് വോട്ട്സ് ഓഫ് വൺസ് ഓൺ കമ്മ്യൂണിറ്റി ദർ ഷാൽ ബി നോ സ്റ്റിപ്പുലേഷൻ ഓഫ് അതായത് ഈ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇത്ര ശതമാനം വോട്ട് കിട്ടിയാൽ ഈ സ്ഥാനാർത്ഥി ജയിക്കാവൂ. അന്ന് റിസർവേഷൻ്റെ ഇതും കൂടെ പെർവ്യൂടെ നിന്ന് ഇതിനെ കാണേണ്ടതാണ്. അത് വെക്കുമ്പം അതിന്മേൽ അമെൻഡ് ചെയ്യുക. പട്ടേൽ വെച്ചിരിക്കുകയാണത്. ഇതിൻ്റെ ചർച്ച നടക്കുക. ഇതിൻ്റെ ഈ മൈനോറിറ്റി കമ്മിറ്റി ചെയർ ചെയ്യുന്നുണ്ട്, അതിന്മേലുള്ള ചർച്ചകളാണ്. അതുകൊണ്ട് തന്നെ നോ കണ്ടീഷൻ ഫോർ എ മിനിമം നമ്പർ ഓഫ് വോട്ട്സ് എന്ന് അദ്ദേഹം വെച്ച സാധനം, അതായത് നോ കണ്ടീഷൻ ഫോർ എ മിനിമം നമ്പർ ഓഫ് വോട്ട്സ് ഓഫ് വൺസ് ഓൺ കമ്മ്യൂണിറ്റി, അങ്ങനെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അവിടെ KTM ഇബ്രാഹിം എഴുന്നേൽക്കുക, അതായത് വീണ്ടും അവർക്ക് മുഹമ്മദ് ഇസ്മായിലിൻ്റെ അനുജനാണ്, ലീഗിൻ്റെ സ്ഥാപകനായ 48 മാർച്ചിന് ഫൗണ്ടർ ഫാദർ എന്ന് വിളിക്കുന്ന KTM ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ അനുജനാണ്. അദ്ദേഹം പറയുകയാണ്, അമെൻമെൻറ്റ് നമ്പർ 4 വാസ് ഗിവൻ നോട്ടീസ് ബൈ മിസ്റ്റർ പോക്കർ. തലേ ദിവസം പോക്കർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വായിച്ചു, അടുത്ത കുതന്ത്രത്തിന് ചെയ്തു. പക്ഷേ പുള്ളി അന്നേരം അവിടെ ഇല്ല. സാഹിബ് ആൻഡ് മൈസെൽഫ് ആൻഡ് റെഫേഴ്സ് ടു ദിസ് ക്ലോസ്. പുള്ളി അന്ന് സഭയിലില്ല. പുള്ളി എന്തുകൊണ്ട് സഭയിലില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി സഭയിലില്ല. അത് മാത്രം എടുത്താൽ പുള്ളി സഭയിലില്ല. അന്ന് രാവിലെ പുള്ളി സഭയിൽ എന്തോന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിന്മേൽ ഈ KTM ഇബ്രാഹിം എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം. അതാണ് അടുത്ത കുതന്ത്രം. അവിടെയാണ് പട്ടേൽ ഭയങ്കരമായിട്ട് രോഷാകുലനാകുന്നത്. അതിൻ്റെ എല്ലാം മറുപടി അല്പം കാലം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം അത് പുറത്തിറങ്ങി പറയുന്നുണ്ട്. ലക്നൗവിലൊക്കെ തൊട്ടടുത്ത മാസങ്ങളിൽ ലക്നൗവിൽ അത് പറയുന്നുണ്ട്. അദ്ദേഹം ഇതിനുള്ള ദേഷ്യമൊക്കെ അദ്ദേഹം പറയുകയാണ്, ഈ മൈനോറിറ്റി വോട്ട്സിന് ഇത്ര ശതമാനം ഉണ്ടെങ്കിലേ ജയിച്ചാൽ പ്രഖ്യാപിക്കാവുന്നു അതേ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ആ ക്ലോസിനെ അതിൽ പുള്ളി പറയാണ്, അറ്റ്ലീസ്റ്റ് 30% ഓഫ് ദ വോട്ട്സ് പോൾഡ് ഓഫ് ദെയർ ഓൺ കമ്മ്യൂണിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹൂ സെക്യൂർ ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ്, അതായത് ഷാൽ ബി ഡിക്ലെയർഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. 30% അതേ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ അത് ക്യുമുലേറ്റീവ് വോട്ടിംഗ് എന്ന് പറയും. ഇൻ കേസ് അദ്ദേഹം ഹൂ ഹാസ് അത് എനിക്ക് സങ്കീർണമായി പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാര്യമല്ല, സങ്കീർണമായ വിഷയമാണ്, പൊളിറ്റിയിലെയാണ്. അതിൻ്റെ അകത്ത്
വീണ്ടും ഒരു കുതന്ത്രം. ഇത് മറ്റേതിനെക്കാട്ടി വലിയ കുതന്ത്രമായിരുന്നു. അതാണ് രസം. ഇത് ദീർഘമായി പുള്ളി ഉപന്യസിക്കുകയാണ്. ഇത് കണ്ടില്ല, ഇതെല്ലാം പുള്ളി സംസാരിച്ച് പോവുകയാണ്. ഇതും 1 മണിക്കൂറെങ്കിലും പുള്ളി സംസാരിച്ചിട്ടുണ്ട്. എന്നെ സന്തോഷിപ്പിക്കുന്നത് മലയാളി പറയില്ല ഒരു കാര്യം. മലയാളിയായ ദാക്ഷായണി വേലായുധൻ ഇദ്ദേഹം അത് പറഞ്ഞു നിർത്തും. മലയാളിയായ ദാക്ഷായണി വേലായുധനാണ് ഇത് പറഞ്ഞു നിർത്തുന്ന ഉടനെ. പോക്കറിന് പകരം പോക്കറിൻ്റെ ക്ലോസ് ഇബ്രാഹിം പറഞ്ഞു നിർത്തുന്ന ഉടനെ ദാക്ഷായണി വേലായുധൻ എഴുതിയിട്ടാണ് അടി കൊടുക്കുന്നത്. മലയാളിയാണെന്നുള്ളൊരു പരിഗണനയില്ല. ഇന്നത്തെ കൂട്ട് വല്ലാത്തൊരു തരം പ്രാദേശികവാദം ഒന്നുമുള്ള കാലമായിരുന്നു തോന്നുന്നില്ല. മലയാളിയെ ദാക്ഷായണി വേലായുധൻ നമ്മൾ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. I am surprised to find that a member who came in a result of a joint electorate came forward. അതായത് to move this amendment, അത് പട്ടേലിനെ പറ്റിയാണ്. Whereas a member who was all the while standing for separate electorates and for the so-called percentages to be ആളില്ല, പോക്കറില്ല, ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൂടി ജയിച്ചു വന്ന ആൾ ഈസ് നോട്ട് ടു ബി സീൻ ഇൻ ദ ഹൗസ് ടുഡേ. ഇന്നില്ല പുള്ളി. പോക്കറിനെ പറ്റിയാണ് പറയുന്നത്. If there was any sincerity in moving this amendment, we could have found the person who headed the list, and I do not know why another member took up the responsibility. എന്തെങ്കിലും 1% പോലെ ഈ പറയുന്നവരൊക്കെ ആത്മാർത്ഥമുണ്ടെന്ന് അയാൾ ഇന്ന് സഭയിൽ കാണും. പോക്കർ സഭയിലില്ലെന്ന് മലയാളിയെ ദാക്ഷായണി വേലായുധൻ ആരോപിക്കുക, മറ്റൊരാൾക്ക് ചെയ്യേണ്ടി വന്നു. ഇതിൽ അതായത് ദാക്ഷായണി വേലായുധൻ പറഞ്ഞത് എനിക്ക് ഗൗരവത്തോട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. ദർ മേ ബി സം റീസൺ ബിഹൈൻഡ് ദ സീൻ. ഇങ്ങനെ പോക്കർ വരാഞ്ഞതിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം. തലേദിവസം നല്ല തല്ല് പട്ടേലിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പം അതിൻ്റെ ഇഫ് യു അനാലിസിസ് ദ ഡിമാൻഡ് ഫോർ എ പെർസെൻറ്റേജ് ഓഫ് ദ വോട്ട്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഈ പോക്കറിൻ്റെ ക്ലോസ് പോക്കറിൻ്റെ തന്നെയാണ്. പോക്കറില്ലാത്തതിന് പകരം ഇബ്രാഹിം വായിച്ചെന്നേ ഉള്ളൂ. വി വിൽ കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അൺഅഡൾട്ടേഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. സഭ മുഴുവൻ കൈയടിക്കുകയാണ്, ഹിയർ വിളിക്കുകയാണ്. സഭയുടെ പ്രയോഗം ഹിയർ എന്ന് വിളിക്കും. ഈ പോക്കറുടെ ഈ ഡിമാൻഡ്, ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് ശേഷമുള്ള ഈ കുതന്ത്രം, അത് നടക്കാതെ പോയപ്പോൾ അടുത്ത കുതന്ത്രം ഇഫ് യു അനാലിസിസ് അതിനെ ക്യുമുലേറ്റീവ് വോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഫോർ എ പെർസെൻറ്റേജ് ഓഫ് ദ വോട്ട്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി വി വിൽ കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അൺഅഡൾട്ടേഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. ഇത് അൺഅഡൾട്ടേഡ്, വെള്ളം ചേർക്കാത്ത സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് തന്നെയാണ് സഭ സന്തോഷത്തോടെ ഹിയർ വിളിക്കുന്നു. അത്ര ശൗര്യത്തോടെ ശ്രീ ദാക്ഷായണി വേലായുധൻ, നമ്മുടെ മലയാളിയായ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തക, മലയാളി എത്ര ഓർക്കുന്നു ദാക്ഷായണി വേലായുധൻ ഓർക്കുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പുള്ളിക്കാരത്ത് വീണ്ടും പറയാണ് പേഴ്സണലി സ്പീക്കിംഗ് ഐ ആം നോട്ട് ഇൻ ഫേവർ ഓഫ് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ. അത് നമ്മൾ ഓർക്കണം. എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, ഒരു റിസർവേഷൻ തയ്യാറല്ലായിരുന്നു. ഇൻ എനി പ്ലേസ് ഓഫ് അത് സഭ വലിയ സന്തോഷമായിരുന്നു. 1947 ആഗസ്റ്റ് 28 ദിവസം. അൺഫോർച്ചുനേറ്റ്ലി വി ഹാഡ് ടു അക്സെപ്റ്റ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഇതിന് പുറത്തുള്ള എങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ഹാസ് ലെഫ്റ്റ് സം മാർക്സ് ഓൺ us and we are always feeling afraid of another. അതുകൊണ്ട് ദ ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആൻഡ് റിസർവേഷൻ ഓഫ് സീറ്റ് ഓൾസോ എ കൈൻഡ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. അവർ പറയുന്നുണ്ട് ഈ ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആൻഡ് ഈ റിസർവേഷൻ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നതും ഒരു തരം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അത് ഞാൻ ഇതിന് കോണ്ടക്സ്റ്റിന് പുറത്താണ്. അവിടെ ഇനി പട്ടേൽ വന്നിട്ട് ഇതിന് മറുപടി പറയും. പട്ടേൽ പറയുന്ന മറുപടി, so far as the amendment moved by the representative of the Muslim League is concerned, I find that I was mistaken in my impression that if I had believed this, I would certainly not have agreed to any reservation at all. ഇങ്ങനെയുള്ള പണിക്ക് അവർ ഇറങ്ങിയത് ഞാൻ ഈ ഇവർക്കുള്ള റിസർവേഷന് വേണ്ടി ഞാൻ നിൽക്കില്ലായിരുന്നു. പുള്ളി സഭ ഹിയർ വിളിക്കുന്നുണ്ട്. When I agreed to the reservation on the population basis, I thought that our friends of the Muslim League will see the reasonableness of our attitude. നമ്മുടെ അവരോടുള്ളൊരു അതിൻ്റെ കാരണം അവരുടെ മനോഭാവത്തിൻ്റെ പോസിറ്റീവ്നെസ് കൂട്ടിയാണ് അതിനെ അവർ മനസ്സിലാക്കുന്നത് ഞാൻ കരുതി. ആൻഡ് അലൗ ദംസെൽസ് ടു അക്കോമഡേറ്റ് ടു ദ ചേഞ്ച് കണ്ടീഷൻസ് ആഫ്റ്റർ സെപ്പറേഷൻ ഓഫ് ദ കൺട്രി. അവർ ഈ മാറിയ സാഹചര്യം മുറിച്ചുകൊണ്ടുപോയി അതിനനുകൂലം അവർ മാറുമെന്ന് ഞാൻ കരുതി, അല്ലെങ്കിൽ മാറാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു പോസിറ്റീവ് ജസ്റ്റർ ഞാൻ കാണിച്ചു. ബട്ട് ഐ ഫൈൻഡ് ദ അഡോപ്റ്റിംഗ് ദ സെയിം മെത്തേഡ്സ് which were adopted when the separate electorates were first introduced in this country. അക്കാലത്ത് 40 വർഷം മുമ്പ് നടത്തിയ അതേ ചതിപ്രയോഗം തന്നെ അവർ വീണ്ടും അഡോപ്റ്റ് ചെയ്യുന്നു. അഡോപ്റ്റിംഗ് ദ സെയിം മെത്തേഡ്സ് പുള്ളി പറയുകയാണ്. ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ് ആംബിൾ സ്വീറ്റ്നെസ് ഇൻ ദ ലാംഗ്വേജ്, എല്ലാ മധുരതരമായി സംസാരിച്ചാലും ഫുൾ ഡോസ് ഓഫ് പോയിസൺ ഇൻ ദ മെത്തേഡ് അഡോപ്റ്റഡ്. ദർ ഈസ് എ ഫുൾ ഡോസ് ഓഫ് പോയിസൺ ഇൻ ദ മെത്തേഡ് അഡോപ്റ്റഡ്. സഭ ഹിയർ വിളിക്കുന്നു. ഞാനല്ല, പട്ടേൽ, മഹാനായ സർദാർ പട്ടേൽ പറയുന്നത് ഞാൻ ഉദ്ധരിക്കുകയാണ്. വസ്തുതയല്ലേ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, വസ്തുതയല്ലേ? വീണ്ടും പട്ടേൽ പറയുന്നു, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ സെപ്പറേഷൻ ഓഫ് ദ കൺട്രി ദിസ് ഫോർമുല വാസ് ഇവോൾവ് ബൈ ദി നാഷണലിസ്റ്റ് മുസ്ലിം. അവരന്ന് ദേശീയ മുസ്ലിങ്ങൾ
വിഭജിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൂടെ ഇതിനെ അങ്ങനെ വേണമെങ്കിൽ കാണാമെന്ന് അദ്ദേഹം പറയണം. അന്നത്തെ നിലയ്ക്ക് അണ്ടിൽ ദ നേഷൻ ബിക്കംസ് വൺ വി വിഷ് ടു ഡ്രോപ്പ് അത് നമുക്ക് നേഷൻ ഒന്നായിരിക്കും, നമുക്ക് കളയാം. അന്ന് ഇവർ വിചാരിച്ച് ഇതുകൊണ്ട് തൃപ്തിപ്പെടും. കുറച്ച് പേരും തയ്യാറായത് അതിനുകൊണ്ടുകൂടെയാണ്. ഇത് മുറിച്ചുകൊണ്ട് വന്ന് വിചാരിച്ചിട്ടില്ല. 40 വർഷം ഇതിന് തുടക്കമെടുത്തത്. ഇത് കൊടുക്കാം. മുമ്പ് ബ്രിട്ടീഷർ ഇന്ത്യ വിട്ടു പോകുമ്പോഴത്തേക്ക് നമുക്കിത് അവസാനിപ്പിച്ച് ഒന്നാകാം. But now the separation of the country is complete and you say let us introduce it again and have another separation. പോക്കറെ നമുക്ക് വീണ്ടും ഇത് അവതരിപ്പിക്കാം. നിങ്ങൾ പറയുകയാണ് let us introduce it again and have another separation. ഞാൻ വീണ്ടും സ്വാതന്ത്ര്യത്തിന് 13-ാം പക്കമായി പറഞ്ഞത്. 1947 ആഗസ്റ്റ് 28 ഞാനിത് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇവരുടെ വിഘടന ശ്രമത്തെപ്പറ്റിയും വിഭജന ശ്രമത്തെപ്പറ്റിയുമാണ് ഞാനിത് പറയുന്നത്. മുമ്പോട്ട് ഇത് ഞാൻ വിശദമായി തന്നെ ഇപ്പം തന്നെ 33 മിനിറ്റായി. 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തേക്കാം. If the process that was adopted which resulted in the separation of the country is to be repeated, when I say those who want that kind of thing have a place in Pakistan. പുള്ളി പറയുകയാണ്, ഓർക്കൂ ഞാൻ പറഞ്ഞല്ലോ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറയുന്നത്. അവിടുന്ന് അതിൻ്റെ ഒരു രംഗം ഇതാണ്. If the process that was adopted which resulted in the separation of the country to be repeated, ഇത് നിങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ. ഇന്ത്യയെ വിഭജിച്ചു കൊണ്ടുപോയ പ്രക്രിയയുടെ പ്രോസസ്സിനെ വീണ്ടും നിങ്ങൾ തുടങ്ങാൻ, വിഭജനാനന്തരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിൽ ഞാനിതാ പറയുന്നു. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്കും ഉപപ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കും സ്റ്റേറ്റ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കും മൈനോറിറ്റി കമ്മിറ്റിയുടെ റിപ്പോർട്ട്സിന് അവരുടെ റിസർവേഷനോട്ട് ബന്ധപ്പെട്ട ചെയർ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു. അത്രയും 3-4 those who want the kind of thing have a place in Pakistan, not here. സഭ ഒന്നരം കൈയടിക്കും. ഇവിടെ നിങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾക്ക് പാകിസ്ഥാനില്ല നിങ്ങളുടെ സ്ഥാനം. എന്നുവെച്ചാൽ നിങ്ങൾ പൊക്കോ ചങ്ങാതിമാരെ. സഭ ഒന്ന് കൈയടിക്കുന്നു കേട്ടോ. അപ്ലോസ്. അതിൻ്റെ കോൺഗ്രസ്സുകാർ കൈയടിച്ചു. ജനസംഘമല്ല ഈ പറഞ്ഞ അത്തരം ഹിന്ദു മഹാസഭയുടെ അംഗങ്ങളുണ്ട്, അകാലിദൾ അംഗങ്ങളുണ്ട്, നാട്ടുരാജ്യ ധാരാളം പ്രതിനിധികൾ അങ്ങനെയുണ്ട്. അവരെല്ലാം കൈയടിക്കുന്നു. ഹിയർ വി ആർ ബിൽഡിംഗ് ദി നേഷൻ ആൻഡ് വി ആർ ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് വൺ നേഷൻ ആൻഡ് ദോസ് ഹു ചൂസ് ടു ഡിവൈഡ് അഗെയിൻ ആൻഡ് സോ ദ സീഡ്സ് ഓഫ് ഡിസ്ട്രപ്ഷൻ വിൽ ഹാവ് നോ പ്ലേസ്. വീണ്ടും പറയുന്നു, അവർക്ക് പാകിസ്ഥാനാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾ ഇടുക, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. വിൽ ഹാവ് നോ പ്ലേസ്, നോ ക്വാർട്ടർ ഹിയർ. 1 ഇഞ്ച് ഭൂമി പോലും നിങ്ങൾക്ക് ഇവിടെ ഇല്ല. ആൻഡ് ഐ മസ്റ്റ് സേ ദാറ്റ് പ്ലെയിൻലി, ഞാൻ തുറന്നു പറയുക. സഭ വീണ്ടും കൈയടിക്കുന്നു, ഹിയർ വിളിക്കുന്നു. അപ്പം അദ്ദേഹം പറയാം നിങ്ങളുടെ therefore my friends you must, അദ്ദേഹം പറയുകയാണ് therefore my friend you must change your attitude, adopt yourself to the changed conditions. ഈ മാറിയ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ മാറൂ. And don't pretend to say oh our affection is very great for you, we have seen your affection, why talk for it, let us forget the. അത് പറയുകയാണ്, അദ്ദേഹം പറയുകയാണ് therefore when I appeal to you to have a change in your heart, not a change in the tongue, because that won't pay here. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഭാവത്തെ മാറ്റൂ. നിങ്ങളുടെ നാക്കിൽ ഇങ്ങനെ മധുരം പെട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, വെറും വാചാടോപം കൊണ്ട് കാര്യമില്ല. ഹൃദയം കൊണ്ട് ലോയലാവും എന്ന് അദ്ദേഹം പറയുന്നത്. മനസ്സുകൊണ്ട് ലോയലാവും, ബുദ്ധിയെ താത്തു വെക്കും. I suggest that you don't forget that the days in which the agitation of the type you carried on are closed and begin a new chapter. Therefore I once more appeal to you to forget the past. അതുകൊണ്ട് you got a separate state and remember you are the people who are responsible for it. അദ്ദേഹം പറഞ്ഞു കേൾക്കൂ, നിങ്ങൾക്ക് you have got a separate state. നേരെ പോക്കറോട് ഇബ്രാഹിമിനോടും മലയാളിയെ പോക്കറോട് പറയുകയാണ്. പോക്കർ ആണ് ഇത് ഞാൻ പറഞ്ഞു. ഇബ്രാഹിം പറഞ്ഞാലും പോക്കറിൻ്റെയാണ് പദ്ധതി. You have got a separate state and remember you are the people who were, നിങ്ങളാണ് ഇതിന് കാരണക്കാർ, ഇതിൻ്റെ മുറിച്ച്. You are the people, you were responsible for it and not those who remain in Pakistan. ഇപ്പം പാകിസ്ഥാനിലുള്ളവരല്ല എൻ്റെ മൂലക്കാരൻ, നിങ്ങളാണ് കാരണക്കാരെന്ന് പട്ടേൽ തുറന്ന് പറയുക. കൃത്യമായി പറയുക പട്ടേൽ. പുള്ളി പറയാം you led the agitation, you got it, what is it that you want now? നിങ്ങൾ സമരം നടത്തി നിങ്ങൾക്ക് കിട്ടി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അത് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. You led the agitation, അടുത്ത പറയുക you led the agitation, you got it, what is it that you want now? I don't understand. In the majority Hindu provinces, you the minorities, majority Hindu provinces, you the minorities led the agitation, you got the partition, and now again you tell me and ask me to say for the purpose of securing the affection of the younger brother. എന്നുവെച്ചാൽ മുസ്ലിം, younger brother, elder brother ആ കാലത്തെ പ്രയോഗം. elder brother ഹിന്ദുക്കളും younger brother മുസ്ലിം. that I must agree to the same thing again, to divide the country again in the divided part. For God's sake,
അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ ഗോഡ് സേക്ക് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ഓൾസോ ഗോട്ട് സം സെൻസ്. ഞങ്ങൾക്ക് ഇത്ര ബോധം വിവരമുണ്ടെന്ന് ചിന്തിക്കൂ. ഞങ്ങൾക്ക് ഇഫ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ദെൻ യു ടേക്ക് ഇറ്റ് ഫ്രം മീ ദാറ്റ് നോ സോഫ്റ്റ് വേർഡ്സ് ക്യാൻ കൺസീൽ വാട്ട് ഈസ് ബിഹൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ ഇതിൻ്റെ പിന്നാമിക്ക് പുറകുള്ളതൊന്നും നമുക്ക് മറക്കാൻ പുറക്കാൻ പറ്റുന്നതല്ല. മൃദുവാക്കുകളാൽ ഇത് നിങ്ങളുടെ മൃദുഭാഷിതങ്ങളാലൊന്നും ഇതിനെ ഈ മുറിവിനെ ഉണക്കാൻ പറ്റുന്നില്ല, ഈ മുറിച്ചുകൊണ്ട് പോയതിനെ. അപ്പോൾ ദെയർഫോർ ഐ പ്ലെയിൻലി വൺസ് മോർ അപ്പീൽ ടു ദാറ്റ് ലെറ്റ് us forget and let us be one nation. ഒരു രാഷ്ട്രമായിരിക്കാമെന്ന് പുള്ളിക്ക് സഭയിൽ പറയേണ്ടി വരുന്നു, ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും. വീണ്ടും ഒരു വാചകം കൂടെ പറയുന്നു, യു ഹാവ് ഒത്തിരിയുണ്ട്, ഞാനത് ആവശ്യം ചെറിയ ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നു. നിങ്ങൾ ഈ കാണുന്ന വലിയ കണ്ണിയിൽ നിന്ന് ഞാൻ ചെറിയ ഭാഗങ്ങളെ വായിക്കുന്നുള്ളൂ. യു ഹാവ് സീൻ ദ റിസൾട്ട് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഇൻ ബോംബെ ദാറ്റ് വെൻ ദ ഗ്രേറ്റസ്റ്റ് ബെനിഫാക്ടർ ഓഫ് യുവർ കൺട്രി കെയിം ടു ബോംബെ ടു അത് അദ്ദേഹം റിസർവേഷൻ പശ്ചാത്തലത്തിൽ അത്തരം ആൾക്കാരോട് നാഗപ്പേട് പറയുന്നതാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിജി ഭാങ്കി കോളനി വന്നപ്പം ആരാ അദ്ദേഹത്തെ കല്ലെറിഞ്ഞെന്ന് അവരോട് ചോദിക്കുന്നത്. അത് ഇതിൻ്റെ കഥയ്ക്ക് പുറത്താണ്. ഇനി മെയ് 25 രംഗം. ഇനി മെയ് 25 വരും. 1949, 2 വർഷം കഴിഞ്ഞു. ഈ സാധനം എല്ലാം ഇതിൻ്റെ മൈനോറിറ്റി ഇതിൻ്റെ ചർച്ചകളെല്ലാം കഴിഞ്ഞു, എല്ലാം പൂർത്തീകരിച്ചു. അതിൻ്റെ ഫൈനൽ ഡേ ആണ്. അതിനുശേഷം ഇത് എനിക്ക് അതിന് തൊട്ട് മുമ്പ് ഇത് ഡിസോൾവ് ചെയ്തു. മൈനോറിറ്റി ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ, ഈ റൈറ്റ്സും ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഇലക്ട്രേറ്റും ഒക്കെ തീരുമാനിക്കുന്ന കമ്മിറ്റി ഡിസോൾവ് ചെയ്തു. അതിന് ശേഷമുള്ള അവസാനത്തെ 2 ദിവസമാണ് മെയ് 25 മെയ് 49, 26 മെയ് 49. അതിൽ 891-15 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പട്ടേൽ സർക്കാസ്റ്റിക്കലി ഓൺ പോക്കർ 891-15 തൊട്ട് തുടങ്ങാം. അവിടെയാണ് ഈ മുഹമ്മദ് ഇസ്മയിൽ രംഗത്ത് വീണ്ടും വരുന്നത്. മുഹമ്മദ് ഇസ്മയിൽ ഇന്നത്തെ ലീഗിൻ്റെ ഫൗണ്ടർ. നമ്മുടെ അപ്പം 1949 മെയ്യാണ് മുഹമ്മദ് ഇസ്മയിൽ. ലീഗ് 1948 മാർച്ചിൽ ഔദ്യോഗികമായി, ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പം മുഹമ്മദ് ഇസ്മയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ച് 1.5 വർഷത്തിന് ശേഷം മുഹമ്മദ് ഇസ്മയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന് ഒരു 1.25 വർഷത്തിന് ശേഷം എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം 1949 മെയ് 25 അത് ആ റിപ്പോർട്ട് കൺസിഡർ ചെയ്യുന്ന ദിവസമാണ്. അതിൻ്റെ ഫുൾ റിപ്പോർട്ടായിട്ട് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആ റിസർവേഷനൊക്കെ എടുത്തു മാറ്റുന്ന പശ്ചാത്തലം വരുന്നു ഇവർക്കുള്ളത്. അങ്ങനെയുണ്ട് അത് വരുന്നത്. അതെന്തായാലും അത് സങ്കീർണമൊരു പ്രക്രിയയാണ്. ഇതാണ് ആ സാധനം. ഈ കാണുന്ന സാധനമാണിത്. ഈ അന്നത്തെ ചർച്ചാ വിഷയം ഇതാണ്. പോക്കർ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്. മുഹമ്മദ് ഇസ്മയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് പോക്കർ പറയാം. മുഹമ്മദ് ഇസ്മയിൽ ഖാൻ അല്ല, മുഹമ്മദ് ഇസ്മയിൽ ഖാൻ മറ്റൊരു നേതാവാണ്. ഇവരെ എതിർത്തിരുന്ന ആൾ ഉത്തരേന്ത്യയിലുള്ള നേതാവാണ്. മുഹമ്മദ് ഇസ്മയിൽ എഴുന്നേറ്റിട്ട് ഈ അമെൻമെൻറ്റ് പട്ടേൽ തന്നെയാണ് ഫൈനലല്ലേ. Therefore, the question of separate representation automatically arises in the consideration. ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അപ്പം ഇത് വീണ്ടും സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ വരുന്നു എന്ന് പോക്കർ വീണ്ടും പറയാം. വീണ്ടും പോക്കറിൻ്റെ 2 വർഷത്തിന് ശേഷം പോക്കറിൻ്റെ വീണ്ടുമുള്ള തന്ത്രപരമായ സാധനങ്ങൾ അതിനെ ഇസ്മായിൽ ഖാൻ എതിർക്കുന്നു. അവരെല്ലാം സെപ്പറേറ്റ് ഇലക്ട്രി എതിർക്കുന്ന മുസ്ലിങ്ങളുണ്ട് അവിടെ. അന്ന് പറയാം, ഞാൻ ഇവിടുത്തെക്കാരുടെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ മുഹമ്മദ് ഇസ്മായിൽ അദ്ദേഹം നമ്മുടെ ചങ്ങാതി കഴിഞ്ഞിട്ട് ഇദ്ദേഹമാണ് ലീഗിൻ്റെ പ്രസിഡൻറ്റ്. അന്ന് ലീഗിൻ്റെ പ്രസിഡൻ്റാണ്, പണ്ട് സഭയിലെ ലീഡറുമാണ്. വാട്ട് ഐ വാണ്ട് ദിസ് ദാറ്റ് ദ സബ്ജക്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് ഓഫ് സേഫ് ഗാർഡ്സ് ഫോർ ദം including that of separate electorates which forms a very vital and natural part of the question should also be reopened. അതായത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റീഓപ്പൺ ചെയ്യണം. ഇതെല്ലാം അവസാനിപ്പിച്ച റിപ്പോർട്ടാണ്, അത് ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫൈനൽ ഡേയിലും ഇപ്പോൾ അവർ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ദുർവ്യാഖ്യാനം എടുത്തിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉൾപ്പെടെ ചർച്ച വിഷയങ്ങൾ റീഓപ്പൺ ചെയ്യണം. പുള്ളി വീണ്ടും വാദിക്കണം. പിൽക്കാലത്ത് അദ്ദേഹം 3 പ്രാവശ്യങ്ങളും മലബാറിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. അദ്ദേഹം ലീഗിൻ്റെ അന്നത്തെ പ്രസിഡന്റ്. ഇന്ന് ഇവർക്കെല്ലാം അദ്ദേഹം വീണ്ടും പറയുന്നു, ഐ അസെറ്റ് ദാറ്റ് ആൻഡ് സേ ഡെഫിനറ്റ്ലി ദാറ്റ് ദ മുസ്ലിം ആസ് എ കമ്മ്യൂണിറ്റി ആർ നോട്ട് ഫോർ ഗിവിംഗ് അപ്പ് ദ റിസർവേഷൻ അപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്തത്. മുസ്ലിങ്ങൾ തന്നെ എതിർത്തിട്ടാണ് ക്യാൻസൽ ചെയ്തത്. And not only that, they implore this house to retain separate electorates which alone will give them right sort of representation. അദ്ദേഹം വീണ്ടും സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വാദിക്കുന്നു. ലജ്ജയില്ല. അദ്ദേഹം വീണ്ടും ഇരട്ട നേഷന് കാരണമായിട്ട് 2006 തൊട്ട് ഇവർ മുമ്പോട്ട് വെച്ച സർ സയ്യിദ് അഹമ്മദ് ഖാൻ തൊട്ട് സൂക്ഷ്മമായിട്ട് മുമ്പോട്ട് വെച്ച് കൊണ്ടുവന്ന പിൽക്കാലത്ത് നമ്മളീ പറഞ്ഞ എല്ലാ അലിമാരും റഹ്മത്ത് അലിയും അല്ലാമ ഇക്ബാലും ജിന്നയും ലിയാഖത്ത് അലിയും എല്ലാവരും ചേർന്ന് മുമ്പോട്ട് കൊണ്ടുപോയി ഇരട്ട നേഷൻ്റെ മൂലവാദം പുള്ളി വീണ്ടും വെക്കും. നിങ്ങൾ കേൾക്കും, ശ്രദ്ധയോടെ വെക്കുക, അപകടകരമായ വാദം. ഹിയർ വൺ സെറ്റ് ഓഫ് പീപ്പിൾ ഡിഫർ ഫ്രം ദ അതർ മെയിൻലി ഓൺ അക്കൗണ്ട് ഓഫ് ദർ റിലിജിയൻ.
പറയുമ്പം ലഘു കൃത്യമല്ലെന്ന് വിചാരിക്കും. ദി ഡിഫറൻസ് ഇൻ റിലിജിയൻ ക്രിയേറ്റ്സ് എ ഡിഫറൻസ് ഇൻ ലൈഫ് ആൻഡ് ഇൻ ഔട്ട്ലുക്ക് ആൻഡ് മാറ്റേഴ്സ് ആൻഡ് തിങ്സ് കണക്റ്റഡ് വിത്ത് ലൈഫ്. ഇത് വരെ കുഴപ്പമിങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ വിചാരിക്കും. അടുത്തത് എന്തിലേക്കാണ് പുള്ളി കൊണ്ടോ നിങ്ങൾ ആ ഈ ഇരട്ട രാഷ്ട്രത്തിൻ്റെ പദവിയിൽ വി ബോത്ത് ആർ എന്താ പറയുന്നത് അതർ നേഷൻ എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ടല്ലോ. വി ബോത്ത് ആർ അതർ, നമ്മൾ പരസ്പരം അപരന്മാരാണെന്ന് പറയുന്ന വാദം ബാധിച്ചവരുടെ മൂലം ആ സിദ്ധാന്തം ഇത് തന്നെയായിരുന്നു. വെൻ വി സേ ദാറ്റ് വൺ ഈസ് എ ഹിന്ദു ആൻഡ് വെൻ വി സേ ദാറ്റ് മുഹമ്മദ് ഇസ്മായിൽ വാദിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ലീഗിന് രൂപീകരിച്ച ശേഷം 2 വർഷത്തിന് ശേഷം 1949 മെയ്യിൽ another is a Musliman, nobody can deny that there exists a difference between these two. വീണ്ടും ഒരു ലജ്ജയില്ല സഭയിൽ പറയും. ഒന്ന് ആലോചിച്ച് നോക്കും. We do not want that the population of a country must be made up of the followers only one religion. ഹിന്ദു മതത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. Or one set of beliefs. That is not the idea of sponsors of unity. ഹിന്ദു മതത്തോടുള്ള മതിപ്പോ ഭയമോ ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, it is again and again said that separate electorates have been creating trouble and antagonists among them. Are separate electorates the cause of all this? പുള്ളി ചോദിക്കുകയാണ്. ആണോ? നമുക്കറിയാമല്ലോ, പട്ടേൽ വിസ്തൃതമായി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനിടയ്ക്ക് 48 പട്ടേൽ നിങ്ങൾ 2 കുതിരമേൽ യാത്ര ചെയ്തിരുന്ന് പറയുന്ന 48 ലക്നൌവിൽ വെച്ച് അദ്ദേഹം ആക്രോശിക്കുന്നുണ്ട്. അദ്ദേഹം പറയും, ഇതിന് അവസാനത്തെ കാലം ഇനിയൊരിക്കലും ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി this is the last time that I am pleading on behalf of the minorities over the important and vital matter എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുകയല്ല. സർ സെപ്പറേറ്റ് ഇലക്ടേഴ്സ് ഹാവ് നോട്ട് ബീൻ അബോളിഷ്ഡ്, അവസാനിപ്പിച്ചിട്ടില്ല പുള്ളി. നമ്മൾ ഓരോരുത്തരും വി ആർ സ്റ്റിൽ അണ്ടർ ദ സെപ്പറേറ്റ് ഇലക്ടേഴ്സ്. അന്നും അങ്ങനെയാണ്, അന്ന് അവരൊക്കെ ജയിച്ചു വന്ന് അങ്ങനെയാണെന്ന് അവർ പറയുന്നു. ആസ് ഐ സെഡ്, വി ഓൾ മെമ്പേഴ്സ് ആർ നോട്ട് ബീൻ ഇലക്ടഡ് അണ്ടർ സെപ്പറേറ്റ് ഇലക്ടേഴ്സ്. ഹിയർ ഹാവ് ബീൻ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും എന്ന് പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അല്ല, അവിടെ ജോയിൻറ്റ് ഇലക്ടറേറ്റ് ജയിച്ചു വന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ട്. പുള്ളിയുടെ ഈ കുവാദങ്ങൾക്ക് മിടുക്കരായിരുന്നു ഇവർ. The knowledge that has been there amongst the people, the knowledge that separate electorates is being abolished, even then the people have been patient and peaceful. Abolish ചെയ്തിട്ടും. Why? Because they have got confidence that this August assembly will still consider the question and will do them justice. മുസ്ലിങ്ങൾ അതൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടും ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത് സഭ ഞങ്ങൾക്ക് വീണ്ടും തരുമെന്ന് വിശ്വസിച്ചിട്ടാണ്. ഒരു തരം ഭീഷണിയാണ്, ഒരു തരം സഭയെ ഭീഷണിപ്പെടുത്തലാണ്. അതും ശക്തമായി സഭ എതിർക്കും. ഞാൻ പട്ടേൽ എതിർത്തത് മാത്രമേ പറയുന്നുള്ളൂ. ഈ സഭ എതിർത്ത് എല്ലാം കൂടെ നമുക്ക് ധാരാളം മുസ്ലിങ്ങൾ, ഈ ലാറി സിദ്ദുവ, ഒരു ലേഡിയുണ്ട്, അവരാണ് ഈ റിസർവേഷൻ ചർച്ച വന്നപ്പോൾ അതിന് ഒറ്റ വോട്ടിന് തകർത്ത ഒരു ലേഡിയുണ്ട്. ഒരു എനിക്കൊന്ന് ബീഹാറിൽ നിന്നുള്ളൊരു ലേഡിയാണ്, ഒരു അമ്മ, ഒരു ബീഗം ഏതൊരു ബീഗമാണ്. അവരിതിനകത്തുണ്ട്. ഇത് എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ബീഗം ഐസാസ് റസൂൽ അവർ പറയുന്നുണ്ട്, I am sorry that I have to oppose amendment moved by Mr. Ismail from Madras. The base of this amendment is a retention of separate electorates. അത് തന്നെയാണ് അത്. For my part, I have from the beginning felt that in a secular state, separate electorates have no place. അത് മനസ്സിലായില്ലേ? അവരാണ് ഇവർക്ക് റിസർവേഷൻ വരെ, ഇവർ ആദ്യകാലത്ത് റിസർവേഷൻ അവരാണ് എടുത്ത് ദൂരെ കളഞ്ഞത്. ആ ബീഗം അവരുടെ ദീർഘമായ അവരുടെ ചർച്ചയുണ്ട്. അതിനുശേഷം സാദുള്ളയുടെ, ബംഗാളിൽ നിന്നുള്ള സാദുള്ളയുടെ ചർച്ചയുണ്ട്. അവരൊക്കെ പറഞ്ഞ പോലെ ആസാമിൽ നിന്നുള്ളത് അതാണ് ആ ദിവസം. അങ്ങനെ പട്ടേൽ അടുത്ത ദിവസമാണ് 24 ഇത് 25 26 എൻ്റെ ധാരണ വെച്ച് പട്ടേൽ മറുപടി പറയുന്നത് 26 ഇതിന് പട്ടേൽ അന്ന് മറുപടി പറയുന്നില്ല. അടുത്ത ദിവസം 892 108 26 മെയ് 892 നമുക്ക് നോക്കാം. ദീർഘമായ സാധനമാണ്. ഇനി പട്ടേലിൻ്റെ മറുപടി പറയാനുള്ള ഊഴങ്ങളാണ്. പട്ടേൽ മറുപടി 892 108 ഇതുകൂടെ വായിച്ചിട്ട് ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുക. യു ഹാവ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ്, ദ മെയിൻ അമെൻമെൻറ്റ് വിച്ച് ഹാസ് ബീൻ റിജക്റ്റഡ് ഇൻ ദ ആഗസ്റ്റ് സെക്ഷൻ ഓഫ് 1947 തന്നെ നമ്മൾ തള്ളിക്കളഞ്ഞതാണ്. അല്ല, ഇതിനു മുമ്പായിട്ട് ഒരു പ്രത്യേക കാര്യം വായിക്കാനുണ്ട്. അത് വായിച്ച് പോക്കറെ പറ്റി ഒരു പരാമർശമാണ്, അത് കേട്ടിട്ട് പോകാം. ഇവിടെ തുടങ്ങുകയാണ്, ക്ഷമിക്കുക. ഹിയർ എ പ്രപ്പോസൽ, പട്ടേൽ 92-107. ഹിയർ എ പ്രപ്പോസൽ ഐ വാസ് ബ്രോഡ് ഫോർവേഡ് ബൈ വൺ ഫ്രണ്ട് ഫ്രം മദ്രാസ്, വീണ്ടും ഫോർ റിസർവേഷൻ ആൻഡ് ഫോർ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്. വീണ്ടും അദ്ദേഹം അതും കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം ഇത് ബാധിച്ചും ഇത് തെള്ളിയതാണ്. എന്നിട്ടും നോ വെൻ ദ സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് മോഷൻ വാസ് മൂവ്ഡ്, ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ
great Muslim leader whose Chaudhry Khalik Usmane പറ്റിയാണ് who swore loyalty to constitution in the house and immediately after packed off to കറാച്ചിയിലേക്ക് മാറിപ്പോയി ചൗധരി ഖാലിഖ് ഉസ്മാൻ അന്നത്തെ സഭയിലെ ലീഡർ 1947 ഓർക്കുകയാണ്. he is now carrying on the work of the league there പാകിസ്ഥാനിൽ. he has left a legacy here, a residuary legacy perhaps in Madras. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം മദ്രാസിന് വിട്ടുകൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്, മദ്രാസിന് സമർപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഈ വിഭജനത്തിൻ്റെ ഈ മൂലം അത് നിങ്ങളിവിടെ തുടരുമെന്ന് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പച്ചയ്ക്ക് പട്ടേൽ പറയുക. ആ ലെഗസി മദ്രാസിൽ ഞാൻ പോക്കറെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ മദ്രാസ് എന്ന് പറയുമ്പോൾ ഇസ്മയിലിനെ മാത്രമല്ല, അദ്ദേഹം തൊട്ട് താഴെ അദ്ദേഹം ഇവിടെ അദ്ദേഹം പോക്കറെ പറയുന്നുണ്ട്. ഇതിന് മുമ്പോട്ടും ഇവിടെ പോക്കറെ പറയുന്നത് അത് പറ്റുന്നെങ്കിൽ കാണിക്കാം. For those who claim that in this country there are two nations and that there is nothing common between the two, must have our homeland where we can breathe freely, let them do so. That we must have, നിങ്ങൾ ഈ പറയുന്നവർ, those who claim that in this country there are two nations and that there is nothing common between the two and that we must have our homeland, ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നവർ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കാൻ കഴിയണമെന്ന്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് ആ സ്ഥലം കിട്ടി, ലെറ്റ് ദം ഡു സോ, ഐ ഡു നോട്ട് ബ്ലെയിം. അവർക്ക് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്നുള്ള പരോക്ഷ ധ്വനിയാണ്. But those who still have the idea that they have worked for it and that they have got it and therefore they should follow the same path here, അത് വീണ്ടും ഇവിടെ തുടരാമെന്ന് വിചാരിക്കുന്നവർക്ക് ടു ദം റെസ്പെക്ട്ഫുള്ളി, അടുത്താണ് ശ്രദ്ധ, വീണ്ടും പട്ടേൽ പറയുന്നത്. ഞാൻ മുമ്പ് ഒരു രംഗം പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനിലേക്ക്, ഇത് പല സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ടു ദം ഐ റെസ്പെക്ട്ഫുള്ളി അപ്പീൽ ടു ഗോ ആൻഡ് എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ദാറ്റ് ഫ്രീഡം. പോകൂ, നിങ്ങൾ പാകിസ്ഥാനിൽ പോയി നിങ്ങളെ സ്വാതന്ത്ര്യം അനുഭവിച്ചോളൂ. ആൻഡ് ടു ലീവ് അസ് ഇൻ പീസ്, ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ. നമ്മൾ ഈ പോക്കറോട് ഇസ്മയിലിനോടും ഇബ്രാഹിമിനോടും ഒക്കെ ചേർത്താണ് പറയുന്നത്. There is no place for those who claim separate representation. പട്ടേൽ അസർട്ടീവായിട്ട് പറയുക. അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ എവിടെയോ ഒരു പോക്കർക്കെതിരെ ഒരു കമൻ്റ് ഉണ്ട്, ഞാൻ വിട്ടുപോയി അത് കാണിക്കാൻ. എന്തായാലും അത് പോക്കർക്കെതിരെ നോ ചേഞ്ചറായ പോക്കർ കൊണ്ടിരുന്ന ഈ എന്ന് പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. ഞാൻ 47 അവതരിപ്പിക്കുമ്പോൾ നോ ചേഞ്ചറായ ഒരു മദ്രാസുകാരൻ കൊണ്ടുവന്നിരുന്ന കാര്യം പുള്ളി പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പം പറഞ്ഞു വെച്ചു. ഇത് പറഞ്ഞിട്ട് അടുത്തത് അടുത്താണ് വളരെ ക്രിട്ടിക്കലായി കേൾക്കേണ്ടത്. വി ഹാവ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ്, ദ മെയിൻ അമെൻമെൻറ്റ് വിച്ച് ഹാസ് ബീൻ റിജക്റ്റഡ് ഇൻ ദ ഓഗസ്റ്റ് സെഷൻ ഓഫ് 1947 തന്നെ റിജക്റ്റ് ചെയ്താണ്. സെപ്പറേറ്റ് മൂവ്ഡ് ബൈ ദ സെയിം ഗ്രൂപ്പ്, ഇതേ ആൾക്കാർ തന്നെ. ഐ ഡു നോട്ട് നോ വിതർ ദർ ഹാസ് ബീൻ എനി ചേഞ്ച് ഇൻ ദർ ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്രിങ് ഫോർവേഡ് സച്ച് ആസ് അമെൻമെൻറ്റ് ഈവൻ നൗ. ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ് നമ്മൾ തെള്ളിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് കൊണ്ടുവരാൻ ഒരു ലജ്ജയില്ലല്ലോ, എന്താ പുള്ളി പറയുന്നത്. ഈ ലോങ് റിഫ്ലക്ഷൻ എക്സ്പീരിയൻസ് But I know this, that they have got a mandate from the Muslim League to move the amendment. ഐ നോ, ശ്രദ്ധയോടെ കേൾക്കൂ. ബട്ട് ഐ നോ, മഹാരാ പറഞ്ഞ സർദാർ പട്ടേൽ, ഇവിടെ 892 108 നിങ്ങൾ നോക്കിക്കോളൂ. പട്ടേൽ പറയുകയാണ്, ബട്ട് ഐ നോ, എനിക്കറിയാം, ഞാൻ അന്നേരം ആഭ്യന്തരമന്ത്രിയാണ്, ഞാൻ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയാണ്, ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടാറുണ്ട്. അതതിൻ്റെ അർത്ഥം. ഐ നോ ദിസ് ദാറ്റ് ദേ ഹാവ് ഗോട്ട് എ മാൻഡേറ്റ് ഫ്രം ദ ലീഗ്, മുസ്ലിം ലീഗ് ടു മൂവ് ദിസ് അമെൻമെൻറ്റ്. ഇവർക്ക് ആജ്ഞ കിട്ടിയിട്ടുണ്ട്, കൽപ്പന കിട്ടിയിട്ടുണ്ട്, തിട്ടൂരമുണ്ട് ഈ മുസ്ലിം, അതായത് പാകിസ്ഥാനിലുള്ള ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന് ടു മൂവ് ദിസ്, ഈ അമെൻമെൻറ്റിന് അവർക്ക് അവിടുന്നുള്ള കൽപ്പനയാലും പ്രേരണയാലുമാണ് നിങ്ങളിത് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ രാജ്യദ്രോഹമാണ്. ഐ ഫീൽ സോറി ഫോർ ദം. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടുഡേ ഫോർ ആക്ടിങ് ഓൺ മാൻഡേറ്റ്സ്. ദിസ് ഈസ് എ പ്ലേസ് ടുഡേ ടു ആക്ട് ഓൺ യുവർ കോൺഷ്യൻസ് ആൻഡ് ടു ആക്ട് ഓഫ് ദ ഗുഡ് ഓഫ് ദ കൺട്രി. ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ ഏകോദര സ്വഭാവത്തിൽ പ്രവർത്തിക്കേണ്ട കാലമാണ്. ഫോർ എ കമ്മ്യൂണിറ്റി ടു തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ കൺട്രി. ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ താല്പര്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വ്യത്യസ്തമാണെന്ന്, വ്യതിരിക്തമാണെന്ന് കണ്ടാൽ ഇറ്റ്സ് എ ഗ്രേറ്റ്, അങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് പുള്ളി പറയാം. ഈ കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റി മൈൻഡിനെ പറ്റി നിങ്ങൾ ആലോചിച്ചു, അത് ഇപ്പോഴും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. You perhaps still think that there will be some third power who will use its influence to put the minority against the majority. ഇത് നിങ്ങൾ ചിന്തിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നു ഒരു തേർഡ് പവർ ആരാണ്? പാകിസ്ഥാനിലെ ലീഗാണ്, പാകിസ്ഥാനിലെ ശക്തികളാണ്. ഹു വിൽ യൂസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ടു പുട്ട് ദ മൈനോറിറ്റി അഗൈൻസ്റ്റ് ദ മെജോറിറ്റി. ഇവിടുത്തെ മെജോറിറ്റിക്കെതിരെ നിർത്താം എന്ന് കരുതുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ധ്വനിയുടെ അതിൻ്റെ ഉണ്ട്. ആൻഡ് കമ്പൽ ദ മെജോറിറ്റി ടു 1 or 2 മിനിസ്റ്റേഴ്സ് അക്കോർഡിംഗ് ടു ദ അദ്ദേഹം പറയാം. ഇറ്റ്സ് എ റോങ് ഐഡിയ. That conception in mind which was worked for many years must be washed off. അതെല്ലാം ഉപേക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇത് ഏകദേശം ഇത് പറഞ്ഞ് 892 ഇതിൽ പട്ടേൽ ഇത് പറഞ്ഞ് എല്ലാം വിട്ടുപൊക്കോളൂ എന്ന് പട്ടേൽ വീണ്ടും പറയുന്നു. ഇതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പട്ടേൽ പറഞ്ഞതിൻ്റെ ഈ മൂലങ്ങൾ. പാകിസ്ഥാനിലേക്ക് പോകൂ, നിങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട്, ഇതെല്ലാം പട്ടേൽ പറയുന്നു. ഇതേ പട്ടേൽ
പട്ടേലിൻ്റെ ഒരു സ്പീച്ചുണ്ട്. ഇത് പട്ടേലിൻ്റെ സ്പീച്ചസിൻ്റെ വോളിയമാണ്. പട്ടേലിൻ്റെ സ്പീച്ചസ് ഓഫ് സർദാർ പട്ടേൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. മഹാനായ പട്ടേലിൻ്റെ സ്പീച്ചസിൻ്റെ വോളിയമാണ്. സ്പീച്ചസ് ഓഫ് സർദാർ പട്ടേൽ 1947-50 കാലത്തെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് 48-ലെയാണ്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ യു കനോട്ട് റൈഡ് 2 ഹോഴ്സസ്. ഇതുണ്ടല്ലോ, യു കനോട്ട് റൈഡ്, നിങ്ങൾ 2 കുതിരമേൽ യാത്ര ചെയ്യരുത് എന്ന് പുള്ളി പറയുകയാണ്. അദ്ദേഹം അത് ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ തൊട്ട് മുമ്പ് ഒരു 48-ൽ ഗാന്ധിവധാനന്തരം 48 എനിക്ക് ഡിസംബറിലോ മറ്റോ കറാച്ചിയിൽ ചേർന്നിട്ടാണ് ലീഗ് പിരിഞ്ഞ അതിൻ്റെ ഇന്ത്യൻ ഭാഗമാണ്. പിന്നെ 48 മാർച്ചിൽ ഇത് രൂപീകരിക്കുന്നത് മുഹമ്മദ് ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പായിട്ട് ഇന്ത്യയിലെ ഇവരെല്ലാം കൂടി ഇവിടെ യോഗം ചേർന്നിരുന്നു, ലക്നൌവിലോ മറ്റോ യോഗം ചേർന്നിരുന്നു. ഇതേ ലക്നൗ വെച്ച് അദ്ദേഹം സംസാരിക്കും. ഈ സംസാരം ലക്നൌവിലാണ്. അദ്ദേഹം അന്ന് ചോദിക്കുകയാണ്, ഐ വാണ്ട് ടു ആസ്ക് ദ ഇന്ത്യൻ മുസ്ലിംസ് ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഇൻ ദ റീസെൻറ്റ് ഓൾ ഇന്ത്യ മുസ്ലിം കോൺഫറൻസ് വൈ ഡിഡ് യു നോട്ട് ഓപ്പൺ യുവർ മൗത്ത് ഓൺ കാശ്മീർ? വൈ ഡിഡ് യു നോട്ട് കണ്ടം ദ ആക്ഷൻ ഓഫ് പാകിസ്ഥാൻ? അപ്പോഴത്തേക്ക് പാകിസ്ഥാൻ നമ്മളെ ഇപ്പോൾ കാശ്മീരിനെ ആക്രമിച്ചിരിക്കുന്നു. അന്ന് ഈ അവശേഷിക്കാൻ എനിക്ക് തോന്നുന്നു സീതി സാഹിബ് ഇവരെല്ലാം പങ്കെടുത്ത യോഗമാണ്. എൻ്റെ ഓർമ്മയിൽ ഇവരെല്ലാം സത്താർ സേട്ട് എന്ന് പോയിട്ടില്ല. അബ്ദുൽ സത്താർ സേട്ട് പാകിസ്ഥാനിലേക്ക് പോയെന്ന് എനിക്ക് സംശയമുണ്ട് 48-ൽ. ഇത് 47 അവസാനം നടക്കുന്ന യോഗത്തെപ്പറ്റി അദ്ദേഹം പറയും. ഇത് 48 ജനുവരി 6-ന്റെ പ്രസംഗമാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ലക്നൌവിൽ 48 ജനുവരി 6-നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇത് ഗാന്ധിവധം 30-നാണ്. അതിന് 24 ദിവസം മുമ്പ് നടന്ന പ്രസംഗമാണ്. അദ്ദേഹം ചോദിക്കും, ഇപ്പം പാകിസ്ഥാനെ ആക്രമിച്ചിട്ട് നിങ്ങൾ ലീഗിൻ്റെ ഇവിടുത്തെല്ലാം കൂടെ യോഗം കൂടി, യോഗം കൂടിയല്ലോ, നിങ്ങൾ അതിനെ അപലപിച്ചോ? അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം അത് പറയുകയാണ്, പട്ടേൽ പറയുകയാണ്, ദീസ് തിങ്സ് ക്രിയേറ്റ് ഡൗട്ട് ഇൻ ദ മൈൻഡ്. These things create doubt in the minds of the people. So I want to say a word as a friend of Muslims, and it is the duty of a good friend to speak frankly. It is your duty now to sail in the same boat. ഒരു വെള്ളത്തിൽ യാത്ര ചെയ്യൂ. ആൻഡ് സിങ്ക് ഓർ സിങ്, അതായത് നമ്മൾ മുങ്ങാനാണെങ്കിൽ മുമ്പോട്ടുള്ള യാത്രകൾ ഒരുമിച്ചിരിക്കും. I want to tell you very clearly that you cannot ride on 2 horses. You select 1 horse, whichever you like the best. നിങ്ങൾക്ക് എന്ത് വേണം സ്വീകരിക്കും. നിങ്ങൾ ഇരട്ട നമ്മൾ പറയുന്നത് 2 വെള്ളത്തിൽ യാത്ര ചെയ്യുമെന്ന് പറയുന്ന പ്രയോഗം. അദ്ദേഹം പറയുകയാണ്, ഈ പഴയ രംഗത്തെ ഓർത്തെടുക്കാം. അത് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, നിങ്ങളുടെ ഇവിടുത്തുകാരനാണ്. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വൺ ഓഫ് ദി ലക്നൗ മുസ്ലിം, അതായത് ഖാലിഖ് ഉസ്മാൻ pleaded for separate electorates and reservations for seats. ഈ വിഭജനത്തിന് ശേഷം ആഗസ്റ്റ് 25-ന്റെ കാര്യമാണ് പറയുന്നത്. I had to open my mouth and say that you could not have it both ways. Now he is in Pakistan. പുള്ളി പാകിസ്ഥാനിലേക്ക് പോയി. Those who want to go to Pakistan can go there and live in peace. Let us live here in peace to work for ourselves. വീണ്ടും അദ്ദേഹം ഒരു ഘട്ടത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് പറയിപ്പിക്കുന്നു. പട്ടേലിനെ കൊണ്ടത് പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പട്ടേലിനെ കൊണ്ട് കാശ്മീരിലേക്ക് ആക്രമിച്ചാൽ വന്നപ്പോൾ അവിടുത്തെ കാശ്മീരി മുസ്ലിങ്ങളെ സഹായിക്കുന്ന കാര്യം പട്ടേലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പട്ടേലിനെ പറ്റി ഇത് പറയാൻ കാര്യം, പട്ടേലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വി ശങ്കർ എഴുതിയ മൈ റെമിനിസൻസസ് ഓഫ് സർദാർ പട്ടേൽ എന്നുള്ള പുസ്തകമാണ്. അതിനകത്ത് അറിയാം, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പട്ടേൽ ഒരു ഹിന്ദു പക്ഷപാതിയായിരുന്നില്ല. പുള്ളി രാഷ്ട്രവാദിയായിരുന്നു. പുള്ളി ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങിനെ മാത്രം പ്രീണിപ്പിക്കുന്ന കാര്യത്തെ പുള്ളി എതിർത്തിരുന്നു. അദ്ദേഹം കുറ്റമുണ്ടെങ്കിൽ 2 കൂട്ടരും കുറ്റമുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. അബാൻഡൻമെൻറ്റ് ഓഫ് ഹിന്ദു ഇഷ്യൂസ് എന്നുള്ള വിഷയം അദ്ദേഹം എതിർത്ത് പറയുന്നുണ്ട്. ഹിന്ദു വിഷയങ്ങളെ നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു, ഹിന്ദുവിനെ ശ്രദ്ധിക്കേണ്ട, അവൻ്റെ ആദവങ്ങളെ ശ്രദ്ധിക്കേണ്ട എന്ന് പറയും. അതിലായിരുന്നു പട്ടേലിൻ്റെ എതിർപ്പ്. അതുകൊണ്ട് ഞാൻ പട്ടേലിൻ്റെ ആ കാര്യം മാത്രം ഇതിൽ പറഞ്ഞ് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. മാപ്പിളസ്ഥാനെ പറ്റിയുള്ള റെഫറൻസുകൾ കിടക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഞാൻ ഈ ഗ്രന്ഥത്തിലാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അത് മറ്റൊരവസരത്തിലാകാം. മാപ്പിളസ്ഥാൻ വിശദമായി പഠനത്തിന് വെച്ചിരിക്കുന്ന വിഷയം എനിക്ക് ഒത്തിരി രേഖകൾ കിട്ടേണ്ടതുമാണ്. അത് കിട്ടാനിരിക്കെ ഞാനത് ഇവിടെ നിർത്തുകയാണ്. പട്ടേലിൽ പറഞ്ഞത് മാത്രം പറഞ്ഞ് നിർത്താം തൽക്കാലം. ഇതിൽ ഇമ്പിച്ചി ബാവയുടെ ഞാൻ അന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ രേഖയാണിത്. ഇമ്പിച്ചി ബാവ അബ്ദുൽ സത്താർ സേട്ട് 52-ൽ ഇവിടുന്ന് മലയാളി പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് ഇമ്പിച്ചി ചെയ്യുന്നതെന്ന് ഇമ്പിച്ചി ബാവ സഭയിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട് 52-ൽ അബ്ദുൽ സത്താർ സേട്ട് കെയ്റോയിൽ
അന്നത്തെ അംബാസഡറാണ്, മലയാളിയായ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആൾ അന്നത്തേക്ക് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് പുള്ളി തിരിച്ചു വന്നിരിക്കും രഹസ്യമായിട്ട്. അപ്പം ഞാൻ മാത്പ്രസാൻ പിന്നൊരു അവസരത്തിൽ വിശദമാക്കാം. എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ എനിക്ക് രേഖകൾ നേരിട്ട് കിട്ടാനുണ്ട്, ആ സഭാരേഖകൾ. അതിനെപ്പറ്റി അത് ഉദ്ധരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ കുറച്ചുകൂടെ നേരെ കിട്ടിട്ട് അത് ഉദ്ധരിക്കുന്നത് ഇതാണ്. ഞാൻ ഈ റോളൻ മില്ലറുടെ ഈ പുസ്തകമാണ് ഇതിൻ്റെ അടിസ്ഥാന സാധനം. എനിക്കിത് പറയാൻ മടിയില്ല. ഈ പുസ്തകമില്ലേ, ഈ പുസ്തകം, അതായത് മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. അതിൽ നിന്നാണ് ഈ പുസ്തകം ഞാൻ ഈ വിഷയം ഒരു 7-8 വർഷമായിട്ട് അന്വേഷിക്കുന്നതാണ്. മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള, എ സ്റ്റഡി ഇൻ ഇസ്ലാമിക് ട്രെൻഡ്സ്. ഈ പുസ്തകമാണ്. ഈ രേഖകൾ മുഴുവൻ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹം മറ്റ് പുസ്തകങ്ങൾ ഇതേ വിഷയത്തിൽ എഴുതിയിട്ടുള്ള അതെല്ലാം കൊണ്ടാടപ്പെടുന്ന പുസ്തകങ്ങളുമാണ്. അപ്പോൾ ഈ പുസ്തകം ആരും പറയില്ല, അദ്ദേഹം മറ്റ് പുസ്തകങ്ങൾ എല്ലാവരും പറയുള്ളൂ. അപ്പം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമായിട്ടൊന്ന് കരുതുന്ന മറ്റ് പുസ്തകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം കൃത്യമായി ഈ മലബാറിലെ ഇതിൻ്റെ രേഖകൾ എടുത്തു വെച്ച് പുള്ളി സംസാരിക്കുന്നുണ്ട്. പാർട്ടീഷൻ അത് കഴിഞ്ഞിട്ട് മാപ്പിളസ്ഥാനു വേണ്ടിയുള്ള ഇവരുടെ വാദത്തിൻ്റെ ചരിത്രം മുഴുവൻ ഇവിടെ കിടപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് അദ്ദേഹം അവിടുത്തെ അവരുടെ ചരിത്രം കഴിയുമ്പോൾ അദ്ദേഹം അത് വിശദമായി പറഞ്ഞു. ഞാൻ അത് കുറച്ചുകൂടെ ഔദ്യോഗിക രേഖകൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സഭാരേഖകളുണ്ട്. ഇസ്മയിൽ എന്തുകൊണ്ട് വിഭജിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ഇതിൻ്റെ അകത്തുണ്ട്. എന്താണ് കേരളത്തെ മുറിച്ചാൽ മാപ്പിളസ്ഥാനം വാദിക്കുക? ഈ മുഹമ്മദ് ഇസ്മായിൽ വാദിക്കുന്ന ഇതിൻ്റെ അകത്തുണ്ട്. മാപ്പിളസ്ഥാനു വേണ്ടി വാദിക്കുന്ന മുഹമ്മദ് ഇസ്മായിൽ, if this meant the division of Kerala into 2 sections, what crime was that? ഇന്ത്യ കേരളത്തെ രണ്ടായിട്ട് മുറിച്ചാൽ എന്താ കുഴപ്പമെന്നും ഈ മുഹമ്മദ് ഇസ്മായിൽ ചോദിക്കുന്നത് ഈ മില്ലർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനത് വിശദമാക്കി പിന്നീട് ചെയ്യാനിരിക്കുകയാണ്. എനിക്ക് ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട രേഖകൾ കിട്ടാറുണ്ട്. 1947 ഡിബേറ്റ്സ്, മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിബേറ്റ്സും ഇവരന്ന് സീതി സാഹിബും ഇവരെല്ലാം കൂടെ ഈ എന്താ പറയുന്നത് മാപ്പിളസ്ഥാന് വേണ്ടി വാദിക്കുന്ന വാദവും ഒന്നും ഈ പാകിസ്ഥാൻ അല്ലേ പാകിസ്ഥാൻ ഒപ്പം മാപ്പിളസ്ഥാൻ. അതായത് ഈ കേരളത്തെ ഈ ഭാഷാടിസ്ഥാനത്തിൽ ഈ മദ്രാസ് പ്രസിഡൻസിയെ 4ആയിട്ട് വിഭജിക്കുമ്പോഴും ഞങ്ങൾക്ക് കേരളത്തിനൊപ്പം പ്രൊവിഷൻ വിത്ത് ഓഫ് ഒരു മുസ്ലിം ഒരു സാധനം കൂടെ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അവർ അവസാനം അതിനൊരു ബാധിച്ചു. അത് നടന്നില്ല. അപ്പോൾ അവർ മാപ്പിളസ്ഥാൻ സിന്ദാബാദും പാകിസ്ഥാൻ സിന്ദാബാദും വിളിച്ച് സഭ ബഹിഷ്കരിച്ചു. അവർ പാകിസ്ഥാൻ സിന്ദാബാദ്, മാപ്പിളസ്ഥാൻ സിന്ദാബാദ് പറഞ്ഞിട്ട് അവർ സഭ ബഹിഷ്കരിക്കുക ചെയ്ത്. അത് ഞാൻ വിശദമാക്കി പിന്നീട് പറയുന്നുണ്ട്. അതൊരു വിസ്തൃതമായ എപ്പിസോഡാണ് മാപ്പിളസ്ഥാൻ. നമ്മൾ കാണുന്നത് ചെറുതല്ല. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഹൈദരാബാദിൽ ഇന്ത്യ ഇടപെടുമ്പോൾ ഇതിൻ്റെ ഒന്നും കിട്ടിയില്ല. അവർ ശരിക്കും നിങ്ങൾ കരുതുന്ന പോലെ സെപ്പറേറ്റ് ഒരു മാപ്പിളസ്ഥാൻ നിങ്ങൾ വിചാരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ്റെ അകത്ത് നിന്ന് പൊതുവിൽ പറഞ്ഞു. പക്ഷേ ഇവർ ആ സ്ഥലത്ത് പ്രചരിപ്പിക്കുന്ന ലഘുലേഖകളെ പറ്റി ഞാൻ ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ മാപ്പിളസ്ഥാൻ പറയുമ്പോൾ പറയാം. ആ ലഘുലേഖകൾ ഒന്നും തന്നെ അതല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ലഘുലേഖകൾ കൃത്യമായിട്ട് തന്നെ പറയുന്നതാണ്. ഇതൊന്ന് പറഞ്ഞു കേട്ടു പിന്നീട് ഞാൻ പറയുന്നുണ്ട്. The Muslim League had made propaganda work among Maplas through the pamphlets for separate nation, either in the form of Pakistan or in the form of Maplastan. Pamphlets for separate nation, either in the form of Pakistan or in the form of Maplastan. One of such booklets, titled Maplastan, printed in 1947, contained many objectionable references to Hindus. ഇതാണ് മാപ്പിളസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ലഘുലേഖ അക്കാലത്ത് പബ്ലിഷ് ചെയ്തിരുന്നത്. അൽ ജിഹാദ് പബ്ലിഷിംഗ് ഹൗസ് കൊച്ചിനാണ് ചെയ്തിരുന്നത്. അവിടെ എല്ലാം സർക്കുലേറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഒന്നിൽ സെപ്പറേറ്റ് ഈ മാപ്പിളസ്ഥാൻ വേറൊരു രാജ്യം നമ്മൾ വിചാരിക്കുന്ന ഇന്ത്യൻ ഇവർ വാദിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു വാദിച്ചിരിക്കുന്ന ഒരു പക്ഷേ ഇന്ത്യൻ യൂണിയൻ്റെ അകത്തൊരു സെപ്പറേറ്റ് കേരളം പോലെ തമിഴ്നാട് പോലെ ഞങ്ങൾക്കൊരു മാപ്പിളസ്ഥാൻ എന്നുള്ളത്, അതായത് ലക്ഷദ്വീപും കാനറ എല്ലാം ചേർന്നു. പക്ഷേ ഇവിടെ പുറത്തവർ പ്രചരിപ്പിച്ചത് ഇതേ ലീഗുകാർ, മുസ്ലിം ലീഗ് ലീഡേഴ്സ് എന്ന് പറഞ്ഞവർ അവരുടെ പ്രൊപ്പഗാൻഡ സെപ്പറേറ്റ് നേഷൻ എയ്തർ ഇൻ ദ ഫോം ഓഫ് പാകിസ്ഥാൻ ഓർ ഇൻ ദ ഫോം ഓഫ് മാപ്പിളസ്ഥാൻ. ഇത് വിശദമായി പറയേണ്ട, ഞാൻ പിന്നീട് പറയാം. ഞാനിത് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നത് നിങ്ങൾ വിചാരിക്കണം ഞാൻ എങ്ങാണ്ടെന്ന് എടുത്ത ഇത് കൊളോണിയലിസം ആൻഡ് കമ്മ്യൂണിറ്റി ഫോർമേഷൻ ഇൻ മലബാർ, എ സ്റ്റഡി ഓഫ് മുസ്ലിംസ് ഓഫ് മലബാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തീസിസാണ്. പി അബ്ദുൾ റസാഖ്. ഹിന്ദു നാമധാരിയല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി കണ്ടല്ലോ, ഹിന്ദു നാമധാരിയല്ല. അതൊരു നീണ്ട കഥയാണ്. അതിനുശേഷം അവിടെ നിർത്തിയില്ല. അവരൊന്നും കിട്ടാഞ്ഞതിൻ്റെ പകയിൽ അവർ ഹൈദരാബാദിൽ പോയിട്ട് ഇന്ത്യ സ്റ്റേറ്റ് ഹൈദരാബാദ് മോചനമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ മില്ലർ പറയുന്നുണ്ടത് അത് അവരെന്ത് ചെയ്തു, അവിടെ പോയി സമരം ചെയ്തു. അവിടെ പോയി റസാക്കർമാർക്കൊപ്പം ചേർന്ന് പട്ടേലിന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ അവർ യുദ്ധം ചെയ്യാൻ ഒരു കൂട്ടം മാപ്പിളമാർ ഇത് കണ്ടത്. ഞാനത് പറയാം. ദ ഫൈനൽ പീരീഡ് ഓഫ് ടെൻഷൻ ഫോർ ദ മാപ്പിളാസ് ഇൻ കണക്ഷൻ വിത്ത് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ കെയിം ആസ് എ റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഹൈദരാബാദ് over 500 miles to the northeast. There the Nizam and the Muslim aristocracy sought to preserve their power and the independence of the landlocked state. അത് നടന്നില്ല.
ബട്ട് ദ ഓട്ടോക്രാറ്റ്സ് ഡ്രീം, അദ്ദേഹത്തിൻ്റെ ഡ്രീം എൻഡഡ് വിത്ത് ഹിസ് സറണ്ടർ ടു ഇന്ത്യ ഫോഴ്സസ്. സെപ്റ്റംബർ 1948 സെപ്റ്റംബർ 18 ഇദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. നമ്മുടെ പട്ടേൽ, അന്ന് നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നു, മഹാനായ പട്ടേലാണ് ചെയ്തത്. ആസ് ഇവൻസ് ഡെവലപ്ഡ് ദെയർ വാസ് എ നാച്ചുറൽ സിമ്പതി എമംഗ് മുസ്ലിംസ് ഫോർ ദ നിസാം. ഇവിടുത്തെ മലബാറിലെ മുസ്ലിംസിന് അവരോട്, നിസാമിനോട് സിമ്പതി ഉണ്ടായിരുന്നു. എമംഗ് മുസ്ലിംസ് ഫോർ ദ നിസാം ആൻഡ് ദ അസോസിയേറ്റ്. സം മാപ്ലാസ് ഹാഡ് എൻറോൾഡ് ഇൻ ഹിസ് ഫോഴ്സസ് പ്രയർ ടു ദ ട്രബിൾ. ഈ മലബാറിലെ മാപ്പിളമാർ, ഈ ലീഗിൻ്റെ ഈ കൈകാര്യകർത്താക്കൾ ഏരിയയിലുള്ള മാപ്പിളമാർ, അവർ ആ കാലത്ത് some Maplas had enrolled in the forces prior to the troubles and a few others enlisted at the time of the 1948 action. As a result of the prevailing suspicion, some South Indian Muslims including Maplas were jailed. മനസ്സിലായില്ലേ? The Madras government passed an order that Maplas should not be recruited for the police forces. Some Muslim League officers resigned rather than imprisoned. ആ കാലത്ത് മാപ്പിള റിസൈൻമെൻറ്റ് റാൻ സോ ഡീപ്പ്, അതിനെ തുടർന്ന് that they were reluctant to field candidates for elections in 1948. പിന്നീട് അത് മാറുന്നു. അതായത് ആ കാലത്ത് ഇവരെ ജയിൽ ചെയ്യുന്നു. മദ്രാസ് ഗവൺമെൻറ് അവരെ കൂട്ടത്തിൽ നിന്ന് പോലീസ് ഫോഴ്സിലേക്ക് മാപ്പിളമാരിൽ നിന്ന് ജോലിക്കെടുക്കരുതെന്ന് പറയുന്നു. MSP ഉൾപ്പെടെ ഓർത്താൽ മതി. അത്തരത്തിലേക്ക് ഇന്ത്യയോടുള്ള ആ ഒരു പാർട്ടീഷൻ ഒക്കാത്തതിൻ്റെ മില്ലർ പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനെടുത്തല്ല 27. അത് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് റോളൻ മില്ലറുടെ ഞാൻ പ്രസ്തുത പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആലിക്കുഞ്ഞിയുടെ സീതി സാഹിബ് എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. 27 അത് കൂടുതൽ റെഫറൻസുകൾ എനിക്ക് തോന്നുന്നു 26, 27 റാസാഖാൻ എന്ന് പറഞ്ഞ ആളുടെ ഫ്രീഡം, ഇവരുടെ കൂടുതലുള്ള ഒരു പുസ്തകമുണ്ട്, ഫ്രീഡം ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് നോർത്തിലെ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണ്ടായിരുന്നു. മദ്രാസിൽ ഇവരാണ്, മലബാറുകാരാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു ഇവർക്കൊപ്പം നിന്ന് വിഘടിച്ചു പോയ ആളാണ്. അവരൊക്കെയാണ് ഇത് പറയുന്നത്. അതായത് ഹൈദരാബാദ് ഇതിൻ്റെ അവസാനത്തിൽ ഇത് തീരാഞ്ഞിട്ട് 48 സെപ്റ്റംബറിൽ പോയി ഹൈദരാബാദിൽ ഒരു കുറേ മാപ്പിളമാർ യുദ്ധം ചെയ്യാൻ പോയി. ഈ ലീഗിൻ്റെ സ്വാധീനമുള്ളവർക്ക് ഒന്നും തിരിഞ്ഞു കിട്ടിയില്ല, മാപ്പിളസ്ഥാൻ കിട്ടിയില്ല. അവർ പാകിസ്ഥാനിലേക്ക് പോയില്ല. അവരെ പാകിസ്ഥാനിലേക്ക് പോകാൻ ഇവിടുത്തെ മാപ്പിളസ്ഥാൻ മുറിച്ച് കിട്ടുമെന്ന് അവർ വിചാരിച്ചു. അത്രേ ഉള്ളൂ. ലീഗ് ജിന്ന അതിനെ ഒപ്പാരി ചൊല്ലിയിരുന്നു. ജിന്നയുടെ കത്തുണ്ടായിരുന്നു. പിന്നെ കത്തുണ്ടായിരുന്ന ഒരു ആരോപണം അക്കാലത്ത് എയറിലുണ്ടായിരുന്നു. മലപ്പുറം ജില്ല ഇടതന്മാർ ഇതിന് ഭയങ്കര പിന്തുണയായിരുന്നു. ഈ ഇടതന്മാർ ലീഗ് പാർട്ടീഷന് പിന്തുണച്ചവരാണ്. 1940 തൊട്ട് 41 തൊട്ട് 47 വരെ ഈ ലാഹോർ പ്രമേയത്തിൻ്റെ ദിവസം പാകിസ്ഥാൻ ദിനമായിട്ട് ആചരിച്ചവരാണ്. അവർ ഇതിനുശേഷം ഈ സെൽഫ് ഡിറ്റർമിനേഷൻ്റെ ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് സെൽഫ് ഡിറ്റർമിനേഷനാണ്, ഇവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഇവർക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ പിന്നീട് മാപ്പിള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മലപ്പുറം സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന കാലത്ത് ജില്ലാ വിഭജന വിരുദ്ധ സമിതി ഇതിനെതിരെ ചെയ്ത അവരിതിൻ്റെ അകത്ത് ഒരു കത്തിനെ ഇത് ജിന്നയുടെ ഒപ്പാരിയാണ്. ജിന്ന കൊടുത്ത ജിന്ന കടന്നു പോയിരുന്നു. ജിന്ന 48 തന്നെ മരിച്ചു പോയിരുന്നു. പക്ഷേ ജിന്ന ആ കാലത്ത് ഇവർക്ക് കൂട്ടത്തിൽ നിന്ന് ഉറപ്പായിരുന്നു. ഒരു കത്തുണ്ടായിരുന്നു, ജിന്ന നിങ്ങളിത് ചെയ്യൂ, അകത്ത് നിന്ന് പണിയൂ, വേലയെടുക്കൂ, ഞാൻ പിൽക്കാലത്ത് നമുക്ക് കൈ കൊടുക്കാം എന്ന്. അത് ചൗധരി റഹ്മത്ത് അലി, ഈ പാകിസ്ഥാനിനുള്ള പേരിട്ട 30കളിലെ പാകിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ആൾ, അദ്ദേഹം അന്ന് മാപ്പിളസ്ഥാൻ അദ്ദേഹത്തിൻ്റെ മാപ്പിലുണ്ട്. ആ മാപ്പിലത് ചൗധരി റഹ്മത്ത് അലിയുടെ മാപ്പിൽ അത് കൃത്യമായുണ്ട്. അന്നത്തെ മാപ്പിൽ അത് റഹ്മത്ത് അലി കൃത്യമായിട്ടത് അന്നേ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാപ്പ് ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അന്നത്തെ മാപ്പിൽ ഇത് കാണാം. കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന പോർഷൻ കാണാമെങ്കിൽ കാണാം. അത് പാകിസ്ഥാൻ ഇവിടെ, അതിൻ്റെ അകത്ത് ബംഗിസ്ഥാൻ ഒസ്മാനിസ്ഥാനൊക്കെ അവിടെ. ഇവിടെ നിങ്ങൾ നോക്കാമെങ്കിൽ കാണാം. നിങ്ങൾക്കിവിടെ കാണാമെന്ന് എനിക്ക് അറിയില്ല. ഇത് മാപ്പിളസ്ഥാൻ, ഇത് കാണുന്നുണ്ടല്ലോ. ഈ ഭാഗം നമ്മുടെ ഈ തെക്കൻ ഭാഗത്ത് മാപ്പിളസ്ഥാൻ അന്നത്തെ 32 മാപ്പിലുള്ളതാണ്. ചൗധരി റഹ്മത്ത് അലിയുടെ. അയാളെ പിന്നെ പാകിസ്ഥാൻ കയറ്റില്ല, അത് വേറെ കാര്യം. പാകിസ്ഥാൻ എന്നുള്ള പേരിട്ട് കൊടുത്ത അയാളാണ്. അയാൾക്ക് അതേ അന്ന് ഇതിൽ പാകിസ്ഥാനോട് പിൽക്കാലത്ത് മുറിച്ചിട്ട് പാകിസ്ഥാനോട് സെപ്പറേറ്റായിട്ട് നിൽക്കുകയും പിൽക്കാലത്ത് പാകിസ്ഥാനോട് അക്സീഡ് ചെയ്യാൻ പറ്റുന്ന പങ്കിനൊരു പദ്ധതിയായിരുന്നു അത് വലിയ പദ്ധതിയായിരുന്നു. അപ്പം മാപ്പിളസ്ഥാൻ 30കൾ തൊട്ട് ഇതിലുള്ളതാണ്. അത് നടത്തിയെടുക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതിൻ്റെ പകയിൽ റസാക്കർമാർക്കൊപ്പം ചേർന്നിട്ട് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി, നൈസാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി 48 പോയിരുന്നു. കുറേ പേര് ജയിലിലാക്കപ്പെടുന്നു. ലീഗിൻ്റെ അങ്ങനൊരു ചരിത്രം കൂടെ ഇതിൻ്റെ വല്ലാത്തൊരു പരിണാമഗുപ്തിയുടെ ഈ കഥയിലുണ്ട്. 52 സത്താർ സൈറ്റ് വരുന്ന കാര്യം ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഇമ്പിച്ചി ബാബു ചോദിക്കുന്നുണ്ട്, ഗവൺമെൻറ് പറയുന്നുണ്ട് ഇത് വേറെ എന്തോ നിഗൂഢതയാണെന്ന് നമുക്ക് തോന്നുന്നു. ഗവൺമെൻറ് പറയുന്നുണ്ട്
ഗവൺമെൻറ് അങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. ഇത് നിഗൂഢതയാണെന്ന് ഗവൺമെൻറ്റിന് തോന്നുന്നു. എന്തോ ഒരു ഒബ്ജക്ഷനബിളായ ഒരു മീറ്റിംഗാണ്, രാജ്യസഭാ ഡിബേറ്റിലാണ് കിടക്കുന്നത്. ഒബ്ജക്ഷനബിളായ മീറ്റിംഗ് ആണെന്ന് ഗവൺമെൻറ് പറയുന്നു. അതായത് ഇമ്പിച്ചിബാവയാണ് ചോദിക്കുന്നത്, മലയാളത്തിലാണ് ചോദിക്കുന്നത്. ഇത് കാണാം. അതോടെ ഈ മാപ്പിളസ്ഥാൻ പിന്നെ ചെയ്യാം. ഇമ്പിച്ചിബാവ വിസിറ്റ് ഓഫ് അംബാസഡർ ടു മലബാർ 1952 ഇത് ചോദിക്കുന്നത്. 52 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 52 ഏത് ദിവസമൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിൽ ചോദിക്കുന്നത് വെദർ എനി വിസ വാസ് ഗ്രാൻഡ് ടു ഹാജി അബ്ദുൽ സത്താർ സെറ്റ്. ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു മലബാറിൽ. അദ്ദേഹം 48 അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവാക്കളുടെ ഭാഗത്തൊക്കെ ചെയ്യുന്ന അവർക്ക് വലിയ ആദരവാണ് ഇങ്ങേരോട്. അംബാസഡർ ടു ദി ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ഇൻ കെയ്റോ ടു വിസിറ്റ് മലബാർ ലേർലി ദിസ്. ഇമ്പിച്ചിബാവ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സമീപകാലത്ത് അദ്ദേഹം ഒരു ജീവചരിത്രം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇത് സഭയിൽ ചോദിക്കുകയാണ്. അത് എന്തായിരുന്നു വിസിറ്റിന് കാരണം? അദ്ദേഹം ചോദിക്കുകയാണ്, ഇഫ് സോ വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് മിസ്റ്റർ സെയ്ഡ്സ് വിസിറ്റ് ടു മലബാർ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം? വെദർ ഗവൺമെൻറ് ആർ അവെയർ ഓഫ് എനി കൺസൾട്ടേഷൻ ഹാവിംഗ് ടേക്കൺ പ്ലേസ് ബിറ്റ്വീൻ മിസ്റ്റർ സെയ്ഡ് ആൻഡ് ദ മലബാർ മുസ്ലിം ലീഗ് ലീഡേഴ്സ്. ഞാനിത് പറയുന്നത് ലീഗിൻ്റെ ജിന്നയുടെ കത്തുണ്ടായിരുന്നു, ജിന്നയുടെ പിന്തുണ ഉണ്ടായിരുന്നു പറയുന്നിടത്തും പട്ടേൽ സഭയിൽ എനിക്കറിയാം നിങ്ങളും ബാഹ്യ കൽപ്പനയിലാണ് മുസ്ലിം ലീഗിൻ്റെ, പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിൻ്റെ ആജ്ഞയിലാണ് നിങ്ങളിത് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വീണ്ടും ബാധിക്കുന്നത്. കൂടുതൽ ആലോചിച്ച് വെച്ചുകൊണ്ട് ഇത് കേൾക്കണം. ഇമ്പിച്ചിബാവ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥാപിച്ചു കൊടുത്തവരാണ്. എങ്കിലും 52 ഇമ്പിച്ചിബാവ ചോദിക്കുന്നു. അപ്പോൾ മിനിസ്റ്റർ ഓഫ് റീഹാബിലിറ്റേഷൻ എഴുന്നേറ്റിട്ട് പറയുകയാണ് സഭയിൽ, അത് AP ജെയിൻ പറയുകയാണ്, ഹാജി അബ്ദുൽ സത്താർ സേറ്റീസ് റിപ്പോർട്ട്. അത് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ സെർച്ച് ചെയ്യൂ. കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട 4 പേർ, പോക്കർ, സെയ്ദി സാഹിബ്, അബ്ദുൽ സത്താർ സേട്ട്, അതിനുശേഷമാണ് ബാഫക്കി തങ്ങൾ വരുന്നത്. ഓർക്കൂ. പിന്നെ മുഹമ്മദ് ഇസ്മായിൽ ഇവിടെ നിന്ന് ജയിച്ച ആളാണ്. ഇവിടെ അയാൾ പിൽക്കാലത്ത് ഇവിടുത്തെ മലബാറിലെ മുസ്ലിങ്ങളിൽ വളരെ പ്രിയപ്പെട്ട ആളാണ്. മലബാറിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എപ്പോഴും വാദിച്ചിരുന്ന ആൾ. അതുകൊണ്ട് മലയാളി തന്നെ വേണേൽ കൂട്ടാം. എന്തായാലും സത്താർ സേട്ട് ഈ കേരളം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോയി അംബാസഡർ ആയ ആളാണ് പുള്ളി. മന്ത്രി മറുപടി പറയുന്നു, ഹാജി അബ്ദുൽ സത്താർ സേട്ട് ഈസ് റിപ്പോർട്ടഡ് ഹാവ് വിസിറ്റഡ് ഇന്ത്യ ആൻഡ് ഗോൺ ടു മലബാർ 52. നോ വിസ വാസ്. ആ സമയത്ത് വിസ വേണ്ട. എന്നിട്ട് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലേൺഡ് ഓഫ് ഹിസ് വിസിറ്റ് ഫ്രം എ റിപ്പോർട്ട് സെൻഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഇൻ മാർച്ച് 52. അത് മാർച്ച് 52. അപ്പോൾ കൃത്യമായല്ലോ, മാർച്ച് 52 നടക്കുന്നത്. അത് ഗവൺമെൻറ് പറയുന്നത്. അടുത്താണ് ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. ഇമ്പിച്ചിബാവയ്ക്ക് ഒരു സംശയകരമായിട്ട് ഇമ്പിച്ചിബാവ ചോദിച്ചത് അടുത്താണ്. അതുകൊണ്ട് അത് ശ്രദ്ധയോടെ കേൾക്കാം. ഗവൺമെൻറ് ഹാസ് റിസീവ്ഡ് certain reports to the effect that Mr. Said held, Abdul Sattar said, ഗവൺമെൻറ് കിട്ടിയ റിപ്പോർട്ടാണ്, സീക്രട്ട് മീറ്റിംഗ്സ് വിത്ത് certain മുസ്ലിം ലീഗ് മെമ്പേഴ്സ് ഇൻ മലബാർ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മന്ത്രി പറയുകയാണ്, ലീഗിൻ്റെ ഈ സേട്ട് വന്നിട്ട് എന്താ പറയുന്നത്, നമ്മുടെ സേട്ട് വന്നിട്ട് ഇവിടുത്തെ ലീഗ് മെമ്പർമാരെ കാണുന്നു. ഗവൺമെൻറ് ഹാസ് റിസീവ്ഡ് certain reports to the effect that Mr. Said had secret meetings with certain league members in മലബാർ. അത് അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് അഡ്വൈസ് ദം ഇൻ എ മാനർ. അവരുമായിട്ട് മലബാറിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കണ്ടിട്ട് ആൻഡ് അഡ്വൈസ് ദം ഇൻ എ മാനർ വിച്ച് ഗവൺമെൻറ് കൺസിഡർ ഹൈലി ഒബ്ജക്ഷനബിൾ. ഇത്രേ നമുക്കറിയുള്ളൂ. അതായത് അവരെ എന്തോ ഉപദേശിച്ചു, അവിടെ നിന്നുള്ള എന്തോ ഉപദേശം 52. ആൻഡ് അഡ്വൈസ് ദം ഇൻ എ മാനർ വിച്ച് ഗവൺമെൻറ് കൺസിഡർ ഹൈലി ഒബ്ജക്ഷനബിൾ. ഗവൺമെൻറ് ഹൈലി ഒബ്ജക്ഷനബിൾ ആണെന്ന് ഗവൺമെൻറ് കരുതുന്ന എന്തോ ഒരു കാര്യം സേട്ട് ഇവരെ ഉപദേശിച്ചു. അതുകൊണ്ട് അത് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഒരു ചർച്ച, കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പുള്ളി പറയുന്നുണ്ട്, അദ്ദേഹത്തെ പേഴ്സോണ നോൺ ഗ്രാറ്റ ആയിട്ട് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് ആലോചിക്കും. ഇനി അങ്ങനെ വന്നു കയറാൻ പറ്റില്ല. മിസ്റ്റർ സെയ്ഡ് പേഴ്സോണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിസയൊന്നുമില്ല, വന്നു കയറാൻ പറ്റുന്ന ആളായിട്ട് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് ആലോചിക്കുന്ന മന്ത്രി പറയുന്നത്. അതിനുശേഷം മുഹമ്മദ് ഇസ്മായിൽ വീണ്ടും ഒന്നും അറിയാത്ത പോലെ പുള്ളി അതിന്മേൽ കയറി ഇടപെടുന്നുണ്ട്. പുള്ളി സഭയിലുണ്ട്. ആ പുള്ളി അന്നേരം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിക്കുക. അത് നമ്മുടെ അപ്പോൾ ഇമ്പിച്ചിബാവ അങ്ങനെ ചോദിച്ചിരിക്കുന്നു. ഈ സേട്ട് ഒന്ന് എന്തിനോ നിഗൂഢമായ കാര്യത്തിന് കണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ഹൈലി ഒബ്ജക്ഷനബിൾ ആണെന്ന് ഗവൺമെൻറ്റിന് തോന്നുന്ന എന്തോ കാര്യം, അതെന്താണെന്ന് ഇന്നും അറിയില്ല. അതൊക്കെ വിവരാവകാശം വെച്ച് ചോദിക്കേണ്ടതാണ്. എന്താണ് ആരെങ്കിലും വിവരാവകാശം വെച്ച് ചോദിക്കേണ്ടത്? എന്തിനാണ് പാകിസ്ഥാൻ 52 അവരുടെ മലയാളിയായ കെയ്റോയിലെ അംബാസഡറെ ഇങ്ങോട്ടേക്ക് ലീഗ് ഇവിടുന്ന് പോയ ആളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 52 എല്ലാ നേതാക്കന്മാരുടെയും പേര് നിങ്ങൾക്കറിയാം. അങ്ങനെ ഈ പറഞ്ഞവരിൽ പലരും ഉണ്ട്. അപ്പം അവരെയൊക്കെ വന്ന് രഹസ്യമൊക്കെ കണ്ട്
ഗവൺമെൻറ് കൺസിഡർ ഹൈലി ഒബ്ജക്ഷനബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ പുള്ളി ഇങ്ങോട്ട് വരണ്ട, പുള്ളിക്ക് പേഴ്സണൽ നോൺ ഗ്രാറ്റായിട്ട് മാറാൻ ഗവൺമെൻറ് ആലോചിക്കുകയാണ്. ഇതുവരെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഒത്തിരി നിഗൂഢതകളും ഇതിൻ്റെ മൂലത്തിൽ അത്ര വെടുപ്പായിരുന്നില്ല കാര്യങ്ങൾ. ഈ സെക്കുലർ എന്ന് നിങ്ങൾ ഈ പറഞ്ഞ ലീഗിൻ്റെ മൂലം ഒത്തിരി വെടുപ്പായിരുന്നില്ല. ഒപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സൈറ്റ് എടുത്ത് നോക്കൂ, ഇന്നും എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അവർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ പേഴ്സണൽ ലോബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ലീഗിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ സാധിച്ചെടുത്ത സമാജത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവർ ഈ പറഞ്ഞ സെക്കുലർ ഒരു സംവിധാനമാണ് അവരെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് അവർ സെക്കുലറാണെന്ന് നമ്മളങ്ങ് പറയുക, അവർ സെക്കുലറാണെന്ന് നമ്മൾ പറയുക. അതായത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സൈറ്റ് എടുത്ത് ഞാൻ വേണേൽ കാണിച്ചു തരാം, നിങ്ങൾ കാര്യം കണ്ടിട്ടില്ലേ പറയാം. നമ്മൾ മലയാളത്തിൽ അറിയാതെ രൂഢിയായി പോയൊരു സാധനമാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു സൈറ്റിൽ ചെന്നിട്ട് ഞാൻ ആ സൈറ്റൂടെ കാണിച്ചു, നിങ്ങളെ കണ്ട് എല്ലാവരും അത് കാണില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അവരുടെ എവിടെയുണ്ട് അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ പാർട്ടി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ പറയല്ല, നിങ്ങൾ ഒരു സെക്കുലർ പാർട്ടിയാണ്. ഈ സെക്കുലർ എല്ലാം സ്ഥാപിച്ചെടുക്കുന്നത്, ഒന്നാമത് സ്ഥാപിച്ചെടുക്കുന്നത് ഇമ്പിച്ചി സീതി ഹാജിയാണ്. 50കളുടെ അവസാനത്തോടി സെക്കുലർ എന്നുള്ള ആശയം ലീഗ് സെക്കുലർ പാർട്ടിയാണെന്ന് കൊണ്ടുവരുന്ന ഇമ്പിച്ചി അല്ല ഈ സീതി ഹാജിയാണ്. ആ കാലത്ത് 70-ൽ തന്നെ മൊയ്തു മൗലവി ലീഗിനെ ഇത്ര പുച്ഛത്തോടെ പുള്ളി പറയും, നിങ്ങൾ ഈ ലീഗ് സെക്കുലർ ആണെങ്കിൽ പിന്നെ ആരാണ് സെക്കുലർ? ലീഗ് കമ്മ്യൂണൽ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മൊയ്തു മൗലവി ചോദിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഇതൊരു ചർച്ച കൊണ്ടുവരുന്നത്, ഇത് ഇന്ന് കൊണ്ടുവരുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കി. ഇത് ഞാനത് വിസ്തൃതമായി പിന്നീട് പറയാനിരിക്കുന്ന ഒരു മാപ്പിളസാൻ എപ്പിസോഡിൽ അതുകൊണ്ട് അത് ശരിക്കും റോളൻ മില്ലറുടെ പുസ്തകത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ആ പ്രക്രിയ കൊണ്ടുവരുന്നത് സീതി ഹാജി തുടങ്ങി വെക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അദ്ദേഹം അത് പെട്ടെന്ന് പതുക്കെ സീതി ഹാജി അതിനെ മൈനോറിറ്റികൾക്ക് വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് അത് സെക്കുലറാണ്, മതം ഒരു ഘടകമായിട്ട് അതിനെ പരിഗണിക്കാതെ. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിച്ചെടുത്ത അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദി പാർട്ടി നിങ്ങളൊന്ന് കണ്ടോളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സെക്കുലറാണെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ലീഗിനെ ഇകഴ്ത്തുകയല്ല. അവർക്ക് പണ്ടത്തെ ലീഗായിരുന്നു വിഘടനത്തിന് വേണ്ടി വാദിച്ച്, ഇപ്പോഴത്തെ ലീഗിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അവർക്ക് അത്തരം താല്പര്യങ്ങളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഈ തീവ്രമായ സ്വഭാവമുള്ള മറ്റാൾക്കാർ അത് വാദിക്കാൻ കേരളത്തിലുണ്ട്. അത് നമ്മൾ ജിഹാദികൾ എന്ന് വിളിക്കുന്നവർ, അവരത് കൊണ്ടാടുന്നുണ്ട്. പക്ഷേ അവർക്ക് വിഘടിപ്പിച്ച് പോയ സത്താർ സേട്ടിനെ പോലുള്ളവർക്ക് അവരുടെ ചെറുപ്പക്കാരുടെ പ്രിയപ്പെട്ടാണ്, അത് മാത്രം പറയുന്നത്. പ്രിയപ്പെട്ട ആളാണ് സത്താർ സേട്ടൊക്കെ പാകിസ്ഥാനിലേക്ക് പോയത്. അവരുടെ പാർട്ടി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ പാർട്ടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫോർട്ട് സക്സസ്ഫുൾ ബാറ്റിൽ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ മുസ്ലിം പേഴ്സണൽ ലോ. സെക്കുലർ പാർട്ടിയാണ്, മുസ്ലിം പേഴ്സണൽ ലോയ്ക്ക് വേണ്ടി അവർ സ്ഥാപിച്ചെടുത്തു. അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ പാർട്ടിയാണ് അത്. നെഹ്റു അഷ്വേർഡ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി ലീഗ് നോ ചേഞ്ച് ഇൻ ദ പേഴ്സണൽ ലോ, ഒന്നും മാറ്റില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മൈനോറിറ്റി ക്യാരക്ടർ ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നിലനിർത്താൻ വേണ്ടി സമരം ചെയ്തു. അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി വാണ്ടഡ് സർട്ടൺ അമെൻമെൻറ്റ്സ് ഓഫ് ദി ലോ, അതിലൊന്നും ഇടപെടത്തില്ലെന്ന് ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തു. ലീഗ് അച്ചീവ്ഡ് സക്സസ് ഇൻ അത് റിമൂവിങ് ഇൻറോഡ്സ് ഇൻ ദ ഷരിയ ഫോളോയിങ് ദി ഷാബാനു കേസോടുകൂടി ഷരിയയിലേക്ക് സ്റ്റേറ്റ് കയറുന്നതിൽ ഞാൻ തടഞ്ഞു. കണ്ടിന്യൂസ് ഇറ്റ്സ് ഫൈറ്റ് ഫോർ ദ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ് ഇൻക്ലൂഡിങ് ദ സ്റ്റാറ്റസ് ഗിവൻഡ് ഉറുദു ആസ് എ ലാംഗ്വേജ്. ഉറുദുവിന് വേണ്ടി വാദിച്ചു, ഉറുദുവിന് മൈനോറിറ്റീസിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ് പറയുന്നത് അദ്ദേഹം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മൈനോറിറ്റി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഓക്കെ. റിസർവേഷൻ ഓഫ് ദ മുസ്ലിംസ് ആസ് എ മൈനോറിറ്റി in various educational institutions and workplaces, retaining the unique Muslim character of the Jamia Millia University. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയുടെ മുസ്ലിം ക്യാരക്ടർ നിർത്താൻ ബാധിച്ചു. ബാബറി മസ്ജിദ് ഇൻ ദ സുപ്രീം കോർട്ട് അതിനുവേണ്ടി ബാധിച്ചു. ഫൈറ്റിംഗ് ഓൾ ഫോംസ് ഓഫ് ബാക്കിയൊക്കെ പറയുന്നത് അത് ഇത്രയും ആണ് അവർ സാധിച്ചെടുത്തിരിക്കുന്നത് അവരുടെ ഈ കാലം കൊണ്ട്. അത് സാധിച്ചത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ അന്നേരം അവർ പറയുന്നത് ഞങ്ങൾ വലിയ എന്താ പറയുന്നത്, നമ്മൾ വലിയ സെക്കുലറാണ്. ഞാൻ പറയാം, അത് സീതി ഹാജി ആ കാലത്ത് അവരുടെ പൊളിറ്റിയുടെ ഒരു ബുദ്ധിയായിരുന്നു, അതവർ വിജയിച്ചതാണ്. മലയാളത്തിൽ ഒരാളും ഇന്ന് അവർ സമ്മതിക്കില്ല. ലീഗ് അതൊരു വിസ്തൃതമായി എഴുതേണ്ട ഒരു എപ്പിസോഡാണ്, ലീഗ് എങ്ങനെ ലീഗിനെ സെക്കുലറാക്കി എന്നുള്ളത്. അതൊരു നീണ്ട പ്രക്രിയയാണ്. അതൊരു അപഗ്രഹത്തിന് വിധേയമാകേണ്ട ഒരു നരേറ്റീവ്, ഒരു ഇൻട്രൂഷൻ കേരള പൊളിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വിജയം. അത് അവരുടെ മിടുക്കും രാഷ്ട്രീയ മിടുക്ക് എല്ലാവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ കഴിയുന്നുള്ളത്. എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദീർഘമാണ്. ആരെങ്കിലുമൊക്കെ ഇത് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം, നന്ദി. ദീർഘമാണ്.
മാപ്പിളസ്ഥാൻ വിസ്തൃതമായി പിന്നീട് പറയാനിരിക്കുകയാണ്. ഈശ്വരൻ സഹായിച്ചാൽ അറിയില്ലാത്ത ഇത് കുറച്ച് പേർക്ക് അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഈശ്വരൻ അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് വിചാരിക്കുന്നു. ആരോടും എതിരിടാനല്ല. എന്നെ പള്ളു പറഞ്ഞവരോട് വർഗീയവാദി, തീവ്രവാദി കോമരം പറഞ്ഞ പോലെ പട്ടേലിനെ എന്നെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പട്ടേലിനെ പറഞ്ഞത്. എനിക്ക് പട്ടേലിനെ പറഞ്ഞ് എനിക്ക് കൊള്ളും, എനിക്ക് വല്ലാതെ കൊള്ളും. പട്ടേൽ ഇല്ലെങ്കിൽ ഇന്ന് ഇതൊന്നും ഇല്ല എൻ്റെ ചങ്ങാതിമാരെ. പട്ടേൽ നിങ്ങൾ സ്മരണയോട് ഓർക്കും, മൈനോറിറ്റി സാധനങ്ങളിലകത്ത് മുഴുവൻ അദ്ദേഹമാണ് ചേറിയത്. അദ്ദേഹം നെഹ്റുവിന് മുമ്പ് ഇന്ത്യ ഭരിക്കേണ്ട ആളായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഇന്ത്യ ആയിരുന്നിരിക്കില്ല. ഒപ്പം തന്നെ അദ്ദേഹം തൊട്ടടുത്ത് 50-ൽ അദ്ദേഹം മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെ ആകുമായിരുന്നില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് പട്ടേലിനെ പറഞ്ഞതാണ്. എന്നെ പറഞ്ഞതിനേക്കാൾ എന്നെ പറഞ്ഞെടുത്തെന്ന് ഞാൻ പറഞ്ഞെടുത്തു എന്ന് ഒരു പടിയുടെ മുമ്പോട്ട് കയറിപ്പോയി. പട്ടേലിനെ പറഞ്ഞത് പട്ടേലിനെ പറയാൻ പാടില്ല. പട്ടേൽ അങ്ങനൊരു അതിഹൈന്ദവവാദിയോ അതിഹൈന്ദവവാദിയുടെ വാദം ഭാരതത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. നിങ്ങൾ പറയുന്നുണ്ട് അതിഹൈന്ദവവാദിയോ മുസ്ലിം വിരുദ്ധനോ ആയിരുന്നില്ല. അദ്ദേഹം മധ്യവർത്തിയായിരുന്നു. അതിന് ധാരാളം തെളിവുകളുണ്ട്. സമയാസമയം അത് നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ സന്തോഷം, നന്ദി.